ഹലോ ഗുഡ് ഈവനിങ് എവറി വൺ. ഒന്നും കൂടെ ഒഫീഷ്യലായി തന്നെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാം. അപ്പം നമ്മളെ യുണീക് ടോക്ക് 57 കേൾക്കാൻ വേണ്ടി നേരത്തെ എല്ലാവരും ഇങ്ങനെ സെറ്റായി റെഡി ആയിട്ട് ഇരിക്കായിരുന്നു അല്ലേ? ഷമീർ സാറൊക്കെ വീഡിയോ മോഡൽ വന്ന് ഫുള്ളായി തന്നെ എൻ്റെ 100% ഞാൻ കൊടുക്കുന്നില്ല എനർജിയിലുണ്ട്. ഒരുപാട് സന്തോഷം. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. അപ്പോഴാണ് നമുക്കായാലും ഒന്നും കൂടെ കണക്ട് ചെയ്തിരിക്കാനായാലും ക്ലാസ് എടുക്കുന്ന ആൾക്കായാലും ഇന്ന് കുറച്ച് സ്പെഷ്യലാണ് യുണീക് ടോക്ക്. വഴിയെ പറയാം, ഒന്നും കൂടെ കണക്ട് ചെയ്തിരിക്കാൻ പറ്റും. നമ്മൾ എന്നും പറയുന്ന പോലെ യാത്രയിലോ മറ്റു തിരക്കിലോ ഒന്നും അല്ല എങ്കിൽ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. നിങ്ങൾക്കും ഒന്നും കൂടെ യൂസ്ഫുൾ ആവും. ഷമീർ സാറൊക്കെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മൾ നേരത്തെ വന്ന് സെഷന് വേണ്ടി മാറ്റിയിരിക്കുകയാണ്, വേറെ തിരക്കിലൊന്നും അല്ലാണ്ട്. അപ്പോൾ നമ്മൾ സെഷനിൽ എന്നും ഇരിക്കുന്ന പോലെ ആ, മൂന്ന് കാര്യങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു എം ടി കപ്പായിട്ടിരിക്കുക. എല്ലാ ക്ലാസ്സിലും നമ്മൾ പറയലുണ്ടത്. എല്ലാം അറിയുന്ന ഒരാളായിട്ട്, അല്ലെങ്കിൽ മുന്നിൽ വന്നിരിക്കുന്ന ആളുടെ ഭാഷ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആൾ എങ്ങനെയാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് സ്റ്റേറ്റിലല്ലാണ്ട് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക. എന്തൊക്കെയോ ആ കാര്യങ്ങൾ ഒരാൾ ഉം. പറയുന്നുണ്ട്, അത് എൻ്റെ ലൈഫൊക്കെ യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും. ആ ഒരു മൈൻഡിൽ അങ്ങനെ ഒരു തോട്ട് വെച്ചിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഒരു കുട്ടിയായിട്ടിരിക്കുക. ക്യൂരിയോസിറ്റി ആവുമല്ലോ കുട്ടികൾക്ക്, അടുത്തത് എന്താവും പറയാൻ പോകുന്നതെന്നില്ല. പറ്റുന്ന ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, പറ്റുന്നവരൊക്കെയും വീഡിയോ മോഡിൽ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നമുക്ക് കണക്ട് ചെയ്തിരിക്കാൻ പറ്റാം. ഇന്ന് അഫ്സൽ സാറോ നമ്മൾ ആരും അല്ല സെഷൻ എടുക്കുന്നത്. അതിന്റെ മുന്നേ ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് നിന്നാണ് ജോയിൻ ചെയ്തിട്ടില്ല എന്ന് പറയോ? അഫ്സൽ സാർ സ്ഥിരം ചോദിക്കുന്നതാണ്. ഇന്നിപ്പോ പല്ലവി വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ജസ്റ്റ് പേരും ഡിസ്ട്രിക്റ്റും ഒന്ന് മെൻഷൻ ചെയ്യുമോ? സാലിഹ് കാസർഗോഡ്, താങ്ക് യു. അനുഷിത മാം മലപ്പുറം. മലപ്പുറം. ഇജാസ് കണ്ണൂർ. ഓക്കെ, നമ്മളെ ഇജാസ് എന്ന് തോന്നുന്നു. സർ പെരുമ്പാവൂർ. ആത്തിക്ക മലപ്പുറം. ആനസ് സർ സൗദി. ഫാത്തിമാമ മലപ്പുറം. നീമാമ മലപ്പുറം. മലപ്പുറംകാരാണെന്ന് കൂടുതലെന്ന് തോന്നുന്നു. നീമ മുനീർ മലപ്പുറം. ഷിബിലി സിരക്കൽ മലപ്പുറം. ഷംന ട്രിവാൻഡ്രം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ചിലർ നിധ മലപ്പുറം, താങ്ക് യു. വീണ്ടും നിധ മലപ്പുറം, താങ്ക് യു സോ മച്ച്. റഷീദ മലപ്പുറം. ഹസ്ന മാം തൃശ്ശൂർ. ഓക്കെ, അപ്പൊ പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാരുണ്ട്. കാലിക്കറ്റിൽ നിന്ന് ആരെയും കണ്ടില്ല. ചിലപ്പോൾ ഉണ്ടവരുണ്ടാവും, ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ വിട്ടതൊക്കെ ആയിരിക്കും. കുഴപ്പമില്ല. ഇന്നത്തെ യൂണിക് ടോക്ക് സ്പെഷ്യലാണ്. ഞാൻ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഇപ്പൊ പറഞ്ഞു, ഇത്രയും 2 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. പറയാൻ കാരണം എന്താ അറിയോ? ഇന്ന് ഞാനും അഫ്സൽ സാറും ഒന്നുമില്ല സെഷൻ എടുക്കുന്നത്. നമ്മൾ സ്റ്റുഡന്റ് ആണ്. അപ്പൊ നമുക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ടാവില്ലേ? നിങ്ങളൊക്കെ ആഡിൽ കണ്ടിട്ടുണ്ടാവും യുണീക്ക് എക്സ് എന്ന് നമ്മളൊരു ട്രെയിനേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട്. അപ്പൊ അതിന്റെ കഴിഞ്ഞ ബാച്ച് അറ്റൻഡ് ചെയ്തിട്ട് അവിടുത്തെ ഒരു ബെസ്റ്റ് പെർഫോമർ ഒക്കെ ആയിട്ടില്ല. നമ്മളെ റഷീദ് ഫാത്തിമ മാം ആണ് ഇന്ന് സെഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും എക്സൈറ്റഡ് അല്ലേ എങ്ങനെയായിരിക്കും സെഷൻ എന്ന് അറിയാൻ? നമുക്കും നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. നമുക്കൊരു ഭയങ്കര എന്താ പറയുക, ഒരു സന്തോഷത്തിന്റെ ഒരു പ്രൗഡ് ഫീൽ ഉണ്ട്. നമ്മള് സ്റ്റുഡന്റ് ഇന്ന് നമ്മളെ വേദിയിൽ തന്നെ വന്ന് ക്ലാസ് എടുക്കാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമ്മളെ ഫാത്തിമ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം മാം. താങ്ക് യു സോ മച്ച് മിസ്ന. എല്ലാവരോടും അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് വെയിറ്റിംഗ് ആണല്ലേ ക്ലാസ് കേൾക്കാനായിട്ട്. ഞാനും ഫസ്റ്റ് ഇതാണ്. അപ്പം ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് ഒരു പക്ഷേ ഒരുപാട് കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒരുപാട് എന്താ പല സെഷനിലായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ ആഹ് ഇത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്നതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതില് എന്താണ് ഉൾപ്പെടുത്താം. അങ്ങനെ ഒരു രീതിയിൽ ഈ ഒരു സെഷന് നിങ്ങൾ കണ്ടാൽ മതി ഇൻഷാ അള്ളാ. അപ്പം എല്ലാരും മിസ് മാം പറഞ്ഞത് മാതിരി വീഡിയോ മോഡിൽ വരിക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഹാപ്പിയാണ്. എനിവേ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പം ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അൺലോക്ക് യുവർ ബെറ്റർ ലൈഫ് എന്നുള്ളതാണ്. നമ്മുടെ ബെറ്റർ ലൈഫ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു നെക്സ്റ്റ് ഇയർ വരാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെല്ലാവരും ഓരോ ഇയർ ആവുന്ന സമയത്തും നമ്മൾ കുറേ റെസൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കും. എന്നിട്ട് ഒരു മാസം കഷ്ടി പോയാലായി. അത് കഴിയുമ്പോഴേക്കും നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പഴയ നമ്മളായിട്ട് ചങ്കരും പിന്നെയും തെങ്ങുമൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ പിന്നെയും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കാര്യങ്ങളും എന്ത് പറഞ്ഞാലും പ്രോബ്ലംസ് എന്ന് വിചാരിച്ച് ചിന്തിച്ച് നമ്മൾ കുറേ വിധിയെ പഴിക്കും, കുറേ നമ്മുടെ എന്താ പറയാ ക്രിയേറ്ററെ പഴിക്കും. അങ്ങനെ മുന്നോട്ട് പോകൂലേ? പക്ഷേ
ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താണ് ക്ലാസ്സുകളിലൂടെ അറിയുന്നുണ്ട്. നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറെ റീൽസ്, വീഡിയോസ്, അതിലൂടെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. പക്ഷെ ഇനി മുതലെങ്കിലും അല്ലെങ്കിൽ ഇന്ന് തൊട്ടെങ്കിലും എല്ലാവരും ഒന്ന് ഒരു തീരുമാനം എടുക്കുക. ഇൻഷാല്ല ഈ ഒരു ഇയർ ആവാൻ നിൽക്കണ്ട, ഇയർ ആവുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ബെറ്റർ മാൻ അല്ലെങ്കിൽ എനിക്കൊരു ബെറ്റർ ലൈഫ് വേണം എന്നുള്ള രീതിക്ക് ഒന്ന് തീരുമാനം എടുക്കുക. കുറേ കാര്യങ്ങൾ കേട്ടുപോയതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്താലല്ലേ നമുക്കത് കുറച്ചും കൂടിയിട്ട് അടിപൊളിയായിട്ട് എന്താ പറയുക മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. കുറേ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ വിടുന്ന ഒരു രീതിയാണ്. അപ്പം ഇന്ന് മുതൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ ഒരു ഇന്റൻഷൻ കൊടുക്കുക. ഇനി മുതലെങ്കിലും ഞാന് ഇനി കേൾക്കുന്നതൊക്കെയും എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ചെയ്തില്ല എന്ന് പറയുന്നില്ല. പക്ഷെ കുറച്ചും കൂടി അതിന് എന്താ പറയാ ഒന്ന് അവെയർ ആയിട്ട് അത് കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവരും ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ബോക്സിൽ പറയാവോ? ഓക്കെ ഓക്കെ. അപ്പൊ സാലിഹ് ബ്രോ അല്ല സോറി സാലിഹ് സർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. നമ്മള് എപ്പോഴും നമുക്കൊരു നല്ലൊരു ലൈഫ് വേണം അല്ലെങ്കിൽ നല്ലൊരു ഇത് വേണം എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ കുറേ തീരുമാനങ്ങൾ എടുക്കും. ഇന്നത് ചെയ്യാം, എന്താ എക്സസൈസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ദിവസം പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാം എന്ന രീതിക്കൊക്കെ നമ്മൾ പലതരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷെ അതില് ഈ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരൊറ്റ കാര്യത്തിൽ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ എപ്പോഴും നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡിന്റെ വക്താക്കളാകുക, അല്ലെങ്കിൽ എന്താ പറയാ ഗ്രേറ്റ്ഫുൾ എന്താ വൈബ്രേഷനിൽ ഇരിക്കുക എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ മൈൻഡിലൂടെ പോകുന്ന എന്താ പറയാ 35,000 മുതൽ 70,000 വരെയുള്ള ചിന്തകൾ നമ്മുടെ മൈൻഡിലൂടെ പോകുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് നിങ്ങൾ നന്ദിയുള്ളവരാകുക, നന്ദി പറയണം എന്നുള്ള രീതിക്കൊക്കെ. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയും അധികം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന സമയത്തും ഒന്ന് അൺമ്യൂട്ട് ആക്കുമായിരുന്നെങ്കിൽ ഓക്കെ. അപ്പം ഇത്രയും ചിന്തകൾ മൈൻഡിലൂടെ പോകുന്ന സമയത്തും ഒരു ഡേയില് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഒരു ഡേ അനലൈസ് ചെയ്തിട്ട് ഒരു ഡേയിൽ നിങ്ങൾ എത്ര തവണ ഒന്ന് എന്താ പറയുക ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും? ജസ്റ്റ് ഒന്ന് മൈൻഡിൽ അനലൈസ് ചെയ്താൽ മതി. നമ്മൾ നമ്മുടെ സെൽഫിൽ ഒന്ന് നോക്കിയാൽ മതി നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാനൊരു ഒരു സ്റ്റോറി പറഞ്ഞുതരാം. നമുക്കൊരു പോക്കറിനാക്കാം ആളുടെ പേര്. ഒരു പോക്കറാക്കാണ്ട് സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആള് ഒരു കല്യാണത്തിന് ക്ഷണിച്ചിട്ട് ആള് പോവാണ്. അപ്പൊ ഭയങ്കര രസമുള്ള ഒരു കല്യാണം, എന്താണ് ആർഭാടകരമായിട്ടുള്ള ഒരു കല്യാണം, ഫുഡൊക്കെ ഭയങ്കര ലക്ഷോറിയസ് ഫുഡ്, അതുപോലെ തന്നെ അതിന്റെ എല്ലാം ഭയങ്കര രസമുള്ള ഒരു സംഭവം, ഒരു പരിപാടിക്ക്. അങ്ങനെ ആള് പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അപ്പം അവിടെ ഉള്ള കല്യാണം നടത്തുന്ന ആള് എല്ലാരോടും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ടുണ്ടാ, സെറ്റാണാ എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്ന സമയത്ത് ആളിങ്ങനെ പറഞ്ഞു. അല്ല, എല്ലാരും ചോദിക്കുമ്പോൾ എല്ലാവരും കുഴപ്പമില്ല ഓക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പോക്കരാക്കാനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചാ, വയറൊക്കെ അറിഞ്ഞില്ല, എന്താണ് സെറ്റ്? അടിപൊളിയാണ്, ഫുഡൊക്കെ സെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ മൂപ്പര് പറഞ്ഞു, അതെ നിങ്ങള് ഫുഡൊക്കെ അടിപൊളിയൊക്കെ ആയിട്ടുണ്ട്, എനിക്ക് കാര്യമൊക്കെ ഇഷ്ടപ്പെട്ട്, ചെക്കനും പെണ്ണും എല്ലാം സെറ്റാണ്, പക്ഷെ നിങ്ങൾ തന്നിട്ടുള്ള ആ ഞാലിപ്പൂവമ്പഴം കുറച്ച് ചെറുതാണ്. ബാക്കിയൊക്കെ അടിപൊളിയാണ്, പക്ഷെ ആ പഴം കുറച്ച് വലിപ്പം കുറഞ്ഞു പോയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഏതെങ്കിലും ഭാഗത്ത് ചെറുതായിട്ട് എവിടെയെങ്കിലും വല്ല പാളിച്ചകൾ ഉണ്ടോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന രീതിക്ക് നമ്മള് അതിനിങ്ങനെ ഫോക്കസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോ നമ്മൾക്ക് എപ്പോഴും ഇപ്പം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ്, ഇഷ്ടങ്ങളുള്ള ആൾക്കാരാണ്, സ്വപ്നങ്ങളുള്ള ആൾക്കാരാണ് അല്ലെ. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഉള്ളവരും നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, നമ്മൾ ആഗ്രഹിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പോ ചില ആളുകൾക്ക് വീട് വെക്കാനായിരിക്കും, ചില ആളുകൾക്ക് അവരുടെ ഡ്രീം എന്തെങ്കിലും അച്ചീവ് ചെയ്യാനായിരിക്കും. അങ്ങനെ എല്ലാവർക്കും അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരിക്കും, ആ ഒരു സ്ഥലത്തേക്ക് എത്തുക എന്നുള്ള സംഭവം. അപ്പം അതിലേക്ക് എത്തുന്ന സമയത്ത് ആയിരിക്കും നമ്മൾ ഭയങ്കരമായിട്ടും ഗ്രേറ്റ്ഫുൾ ആവുക. ഒരു വീട് വെക്കുന്ന ആളുടെ ഒരു
ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ആ വീട് ഇങ്ങനെ സ്ട്രക്ചർ ആയിട്ട് ഇന്റീരിയർ ഒക്കെ കഴിഞ്ഞ് ആ ഒരു ഹൗസ് വാമിംഗ് ഡേ ആയിരിക്കും അവർ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡേ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. പക്ഷെ ഈ വീട് അതിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ കടന്നു പോകുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അതിലേക്ക് കടന്നു പോകുന്നുണ്ട്. എന്ന് വെച്ചാല് നമ്മുടെ ചിലപ്പോ നമുക്ക് ഫിനാൻഷ്യലി ചെറിയ പ്രശ്നങ്ങൾ വന്നേക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പം എന്തെങ്കിലും സാധനങ്ങൾ അവൈലബിൾ ആവുന്ന സാധനങ്ങൾ അത് കുറഞ്ഞു പോയേക്കാം. അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ അതിന്റെ ഇപ്പൊ ഒരു പഞ്ചായത്തിൽ പോയിട്ട് എന്താ ഇതിന്റെ ഒരു സാങ്ഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറെ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മള് ആ ഒരു എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും അതിനൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾക്ക് അതിനെ എടുക്കുക. ആ സമയത്ത് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് അതൊന്നും നമ്മുടെ മൈൻഡിലേക്ക് വരില്ല. നമ്മളപ്പോഴും ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ വന്നാലും ഇതെങ്ങനെ സോർട്ട് ആവും. പക്ഷെ ആ ഒരു മൊമെന്റിന്റെ അപ്പുറത്ത് അതൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. എങ്കിൽ പോലും നമ്മളിങ്ങനെ എന്താ അത് ശരിയായില്ലല്ലോ, ഇത് ശരിയായില്ല, ഇനി ഇതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്നിട്ടൊന്ന് ചോദിക്കുകയാണ്, എടാ എങ്ങനെയുണ്ട് വീട് പണിയൊക്കെ സെറ്റായ എന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പൊ അങ്ങ് പറയാൻ തുടങ്ങും, ഒന്നും പറയണ്ട, എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എന്തെല്ലാം നൂലാമാലകളാണ്. ഇപ്പൊ ദാ എംസാൻഡിന് പോയപ്പോ എംസാൻഡ് ഇല്ല, ഇനി അത് 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ ഇത്ര, അതുവരെ പണിക്കാർ ഇപ്പൊ ഇവിടെ വെറുതെ ഇരിക്കും. ഇങ്ങനെ ഒരു 100,000 പ്രോബ്ലംസ് നമ്മൾ അങ്ങോട്ട് പറയും. പക്ഷേ നമ്മളുടെ ആഗ്രഹം എന്താ, വീട് വെക്കണം എന്നുള്ളത്. പക്ഷെ അത് വീട് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ അടുത്ത മൊമെന്റിൽ അതൊക്കെ സോർട്ടായി പോകുന്നുണ്ട്. പണിക്കാരില്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പണിക്കാർ വന്ന് പണി നടത്തുന്നുണ്ട്, ഇതിനേക്കാൾ സ്പീഡിൽ പണി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ മണൽ കെട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് അതിന്റെ സാധനങ്ങൾ സോഴ്സ് വരുന്നുണ്ട്. ഇനിയിപ്പോ ഫിനാൻഷ്യലി പ്രശ്നമാണെങ്കിൽ ഒരു കൂട്ടുകാരൻ പറയാണ്, എടാ നീ പൈസ എടുത്തോ, നീ ഇതായിട്ട് ചെയ്തോ, നമുക്ക് കുഴപ്പമില്ല, അതൊക്കെ കഴിഞ്ഞ് തന്നത് എന്ന രീതിക്കൊക്കെ നമുക്ക് പല ഡോസും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും അതൊന്നും നമുക്ക് നമ്മുടെ കണ്ണി പിടിക്കൂല. നമ്മുടെ മനസ്സിലെന്താ, മാർച്ച് മാസം 2-ാം തീയതി എന്റെ വീട് സെറ്റ് ആവണം, അതാണ് നമ്മുടെ ഉള്ളില്. ബാക്കിയൊന്നും നമുക്ക് വരൂല. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ കണ്ണി പിടിക്കുകയില്ല, നമുക്ക് ആ വീട് സെറ്റ് ആവാന്നുള്ളത് മാത്രം. പക്ഷെ ഇനി വീട് അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഓ ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത് ഇതിനു വേണ്ടിയിട്ട്, അൽഹംദുലില്ലാ പടച്ചോനെ നീ എനിക്ക് ഇതിന്റെ കയ്യിലോട്ട് തന്നല്ലോ, ഞാൻ എന്റെ ഇത്രയും കാലത്തെ അധ്വാനം ഇതായിരുന്നു, ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിരുന്നത്. അപ്പൊ നമ്മൾ 100 അൽഹംദുലില്ലാ പറയും, 100 പേർക്ക് സ്തുതിക്കും ഒക്കെ ചെയ്യും. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാനുള്ള കടമ്പകൾ വരുന്ന സമയത്ത് നമ്മൾ അപ്പോഴൊന്നും, നമുക്ക് കുറേ ബ്ലെസ്സിങ്സ് അതിന്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോ അത് ഒരാഴ്ച അങ്ങോട്ടേക്ക് നീങ്ങുന്നത് എന്തെങ്കിലും നല്ലതിനായിരിക്കാം. അതൊന്നും നമ്മൾ ചിന്തിക്കൂല. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ആ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് 100 പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കും. ആര് വന്ന് ചോദിച്ചാലും പ്രശ്നങ്ങൾ, ചുമ്മാ ഇരുന്നാലും പ്രശ്നങ്ങൾ, വീട്ടിൽ ഭാര്യയോട് പ്രശ്നങ്ങൾ, അത് ശരിയാവുന്നില്ല അത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കേസിലെടുക്കാം. ഇവർ രണ്ടുപേരും, ഹസ്ബൻഡ് എബ്രോഡും വൈഫ് നാട്ടിലും ആയിരിക്കും. നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എന്ന് വെച്ചാല് നമുക്ക് എപ്പോഴും എത്ര തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ ബ്ലെസ്സിങ്സ് ഉണ്ടായാലും ചിലപ്പം ആള് പുറത്ത് നിൽക്കുന്നോണ്ടായിരിക്കും ഇവരുടെ ലൈഫ് ഇത്രയും സ്മൂത്ത് ആയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ആള് പുറത്തായതുകൊണ്ടായിരിക്കും. പക്ഷെ എങ്കിലും നമ്മൾ എന്താ പറയാ, എന്റെ ഇക്ക കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു, മൂപ്പര് അല്ലെ, എന്ത് നമുക്കൊരു നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റിയാലും മൂപ്പര് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക്. പക്ഷെ മൂപ്പര് അവിടെ നിൽക്കുന്നോണ്ടായിരിക്കും നമ്മൾ ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ അത് നമ്മൾ കാണില്ല. നമ്മൾ വിചാരിക്കുന്ന എന്താ, മൂപ്പര് അടുത്തൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒക്കെ, അല്ലെങ്കിൽ എന്റെ ഭാര്യയും മക്കളൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓക്കെ ആയിരുന്നു എന്ന രീതിക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് കയ്യിലോട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്തുള്ള ഒരുപാട് ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിലൂടെ ഓരോ മൊമെന്റിലും കടന്നു പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണാതെ പോകരുത്. നമ്മൾ എപ്പോഴും, ഒരു ചെറിയ കുട്ടികൾ മഞ്ചാടിക്കുരു പറക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവരെത്ര സൂക്ഷ്മമായിട്ടായിരിക്കും ഓരോ കുരുവും പിറക്കിയിട്ട് ഓരോ പാത്രത്തിലേക്ക് ഇടും, എന്നിട്ട് അതിങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കും, ആർക്കും കൊടുക്കില്ല. അത്രയും ഭദ്രമായിട്ടാണ് എടുത്തു വെക്കുക. അതുപോലെ ആയിരിക്കണം നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള മൊമെന്റുകൾ നമ്മളിങ്ങനെ പെറുക്കിയെടുക്കുക എന്ന് പറയില്ലേ. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ അവസരത്തിൽ നമ്മളിങ്ങനെ പെറുക്കി എടുക്കുക എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പെറുക്കി എടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ആരോ ഒരാള് അൺമ്യൂട്ട് ആക്കി. ഓക്കെ. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് മാതിരി നമ്മൾ ഇങ്ങനെ പെറുക്കിയെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക്
നമുക്ക് സന്തോഷിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാനുള്ള ഒരുപാട് മൊമെന്റ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, നമ്മൾ ഏത് മൊമെന്റിലായിക്കോട്ടെ, നമ്മളൊരു യാത്ര പോവാണ്, നമുക്ക് ആഗ്രഹിക്കാത്ത സമയത്താണ് നമുക്കൊരു ട്രിപ്പ് വീണ് കിട്ടിയത്. ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? വേഗം പാക്ക് ചെയ്യുന്നു, ട്രിപ്പിന് മൂഡ്, ട്രിപ്പ് വൈബ് എന്നൊക്കെ പറഞ്ഞൊന്ന് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നു. ആ സമയത്ത് നമുക്ക് മൈൻഡിൽ വെറുതെ ഒന്ന് കൊടുത്താൽ മതി, പഠിച്ചോനെ ഞാൻ ആഗ്രഹിക്കാത്ത സമയത്താണ് നമ്മൾ, മുമ്പേയൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും നമുക്ക് ആ ട്രിപ്പ് ഓൺ ആയിട്ടുണ്ടാവുക. അൽഹംദുലില്ലാ പഠിച്ചോനെ, അല്ലെങ്കിൽ നമ്മുടെ ആ പ്രപഞ്ചനാഥനോട് നമ്മളൊന്ന് ശുക്ർ ചെയ്യുക, പഠിച്ചോനെ എനിക്ക് ഈ ഒരു ട്രിപ്പ് ഓൺ ആക്കി തന്നല്ലോ, ഒരു കുഴപ്പവും ഇല്ലാതെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക്, നമ്മൾ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ ഉദ്ദേശിച്ചത് അവിടേക്ക് എന്നെ എത്തിച്ചല്ലോ, അൽഹംദുലില്ലാ. ഇനി അവിടെ ഓരോ കാഴ്ചകൾ കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പറയാ, പഠിച്ചോനെ ഇത്രയും ക്രിയേറ്റീവായിട്ട് നിന്റെ ക്രിയേറ്റിവിറ്റി എന്റെ കണ്ണിന് കുളിർമ നൽകാൻ നീ എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചല്ലോ, അൽഹംദുലില്ലാ എന്ന രീതിക്ക് നമ്മൾ ഓരോ മൊമെന്റിനും നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് ബ്യൂട്ടി ആയിരിക്കും. ഇനി ആ ട്രിപ്പിൽ ചിലപ്പോൾ അത്ര വൈബൊന്നും ഉണ്ടാവില്ല, എങ്കിലും നമ്മൾ ഭയങ്കര വൈബിലായിരിക്കും. ആ ട്രിപ്പ് ചിലപ്പോൾ നമുക്ക് കുറച്ച് ബോറടി ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക, എങ്കിലും ആ അതായത് ഒരു ഞാൻ ചോദിക്കുന്നതിലേക്ക് എന്റെ മൈൻഡ് റിപ്ലൈ തരുന്നുണ്ടോ? ഞാൻ എന്റെ മൈൻഡിനോട് റിക്വസ്റ്റ് ചെയ്യാണ് ഒരു ഇൻഡിക്കേഷൻ. ഫാത്തിമ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ, ഞാൻ മ്യൂട്ടുകൾ കൊടുത്ത് പോയിട്ടുണ്ട്, സോറി. ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു മൊമെന്റില് നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടി പറ്റുന്നു, അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കാം, എങ്കിൽ പോലും നമ്മുടെ ഉള്ളു ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമ്മൾ പെണ്ണുങ്ങൾക്കാണെങ്കിലും കുറേയൊക്കെ നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ മടുക്കും അല്ലെ, കുറച്ച് നമ്മളിങ്ങനെ വിചാരിക്കും, ഓ കുന്താ ഇതിനകത്ത് തന്നെ കിടന്നിട്ട് ഏത് നേരം ഈ പണി വീട്ടുജോലി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ നമ്മളോട് ഇങ്ങനെ പറയും. പക്ഷെ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്, നമ്മുടെ പാരന്റ്സ്, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കുട്ടികള്, അല്ലെങ്കിൽ ഇൻലോസ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് ഇതിന് പറ്റുന്നുണ്ടല്ലോ, ഞാനിവിടെ അനങ്ങാതെ കിടക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖമാണെന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല, അപ്പം എനിക്കിവിടെ നിവർന്ന് നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഓക്കെയാണ്. എനിക്ക് എന്റെ കൈകൾ കൊണ്ട് ഭക്ഷണങ്ങൾ പാകം ചെയ്ത് രുചിയോടുകൂടി കൊടുക്കാൻ വേണ്ടി പറ്റുന്നെങ്കിൽ അൽഹംദുലില്ലാ ഞാൻ ഓക്കെയാണ്. അങ്ങനെ നമുക്ക് ഏത് പ്രശ്നമുള്ള സിറ്റുവേഷൻ ആണെങ്കിലും, എന്ത് പ്രോബ്ലം ഉള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്ന സമയത്ത് ആ ഒരു പ്രശ്നം എന്ത് തന്നെ പ്രോബ്ലം ആണെങ്കിലും നമ്മൾ അവിടെ ഓക്കെ ആകും. നമ്മുടെ സെൽഫ് ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു പ്രശ്നമായി മാറൂല. അത് നമ്മൾ ഒരിക്കലും പരാതിയായിട്ട് നമ്മൾ പറയൂല, നമുക്ക് അവിടെ പരിഭവങ്ങൾ പ്രകടിപ്പിക്കില്ല, നമ്മൾ എപ്പോഴും അവിടെ ഓക്കെയാണ്. ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ടാവും. അതിന് എന്ത് പ്രശ്നമാണെങ്കിലും, ചിലപ്പോൾ ചില ഇൻലോസ് ഒക്കെ കുറച്ച് പ്രശ്നക്കാരൊക്കെ ആയിരിക്കും, പക്ഷെ എല്ലാ പെണ്ണുങ്ങളും അല്ലെങ്കിൽ പറയുന്നതാണ്, എന്റെ അമ്മായിമ്മ ഇങ്ങനെ, നമ്മളൊരു കൂട്ടം കൂടിയാലോ, പെണ്ണുങ്ങൾ എന്നല്ല ഇനിയിപ്പോ ആണുങ്ങളും പറയും, വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്, ഭാര്യയും ഉമ്മയും കൂടിയിട്ട് ഒരിക്കലും ഒത്തുപോലെ, ഞാനാണെങ്കിൽ വലിയ പ്രശ്നത്തിൽ എന്താ ചെയ്യാ, പെണ്ണും കെട്ടി കാര്യങ്ങളിട്ട് എന്താ പറയാ പ്രോബ്ലംസ് ആണ് ഫുള്ള്, വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, അങ്ങനത്തെ രീതിക്കൊക്കെ പറയും. പക്ഷെ ഇങ്ങനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പൊ ഉമ്മ കുറച്ച് പ്രോബ്ലം ആയിക്കോട്ടെ, എന്ത് പ്രശ്നമാണെങ്കിലും നമ്മുടെ ഉള്ള ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉമ്മയുടെ ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിലേക്ക് വരുമോ? അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോ ഹസ്ബൻഡ് ആയിട്ട് ഇപ്പൊ റിലേഷൻഷിപ്പിൽ എപ്പോഴും വരുന്ന മൂപ്പര് ഇപ്പൊ 2K എന്നല്ല ഞാൻ പറയുന്ന കാര്യങ്ങളെന്നല്ല മൂപ്പര് ചിന്തിക്കുന്നത്, മൂപ്പര് കുറച്ച് സന്തോഷമാണ് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും നമ്മളിങ്ങനെ ആലോചിക്കുക, മൂപ്പര് നമ്മളോട് കാണിക്കുന്ന ആ കെയർ, അല്ലെങ്കിൽ ഇനി ഭാര്യ മാത്രല്ല കേട്ടോ, നേരെ ഓപ്പോസിറ്റ് ഹസ്ബൻഡിന്റെ കേസ് ആണെങ്കിലും, എന്റെ ഭാര്യ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവൾ എന്തെല്ലാം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹസ്ബൻഡും അങ്ങനെ തന്നെ, നേരെ ഓപ്പോസിറ്റും, മൂപ്പര് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക. അപ്പം അവരുടെ അടുത്ത് നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, കല്യാണം കഴിയുമ്പോൾ അങ്ങനെ ആവണം, അങ്ങനെ ട്രിപ്പ് പോകണം, ഇങ്ങനെ ഹണിമൂൺ പോകണം, മൂപ്പര് എന്നോട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങോട്ട് സംസാരിക്കണം, ഇങ്ങനെ വോയിസ് അയക്കണം, അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് ഇട്ടാൽ അടിപൊളിയാണെന്ന് പറയണം എന്നൊക്കെ. ചിലപ്പം ഹസ്ബൻഡ് വേറെ തിരക്കിലൊക്കെ ആയിട്ട് അവര് ചിലപ്പം അവരുടെ ചിന്തകൾ കുറച്ച് വേറെ രീതിയിലായിരിക്കും, കുറച്ച് ഏജും കൂടെ ഡിഫറൻസ് ആണെങ്കിൽ സ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും അവരുടെ കാര്യങ്ങൾ. പക്ഷെ എങ്കിൽ പോലും നമ്മളിങ്ങനെ ആലോചിക്കുക, മൂപ്പര് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്.
നമ്മളൊന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു മൊമെന്റിൽ ഞാൻ കൂടെ ഉണ്ടിട്ടോ എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിന്റെ അപ്പുറത്തൊരു മൊമെന്റിൽ ചിലപ്പം ആരും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള സ്വകാര്യ നിമിഷത്തിൽ മൂപ്പര് എന്തെല്ലാം സപ്പോർട്ട് തന്നിട്ടുണ്ടാവും. അതിനൊക്കെ കുറിച്ചൊന്ന് ആലോചിക്കുക. അപ്പം കെട്ടിയോന്മാര് കാണിക്കുന്നതൊന്നും ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല. നമ്മള് പ്രശ്നമായിട്ട് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് അതൊക്കെ പ്രോബ്ലം ആയിട്ട് വരുന്നത്. സമയത്ത് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് എന്തായിക്കോട്ടെ മൂപ്പര് നമ്മള് സെറ്റാണ്. കാരണം മൂപ്പര് ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ മൂപ്പര് എനിക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു തന്നില്ല എന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഇത് മൂപ്പര് തിരക്കൊണ്ടായിരിക്കാം എന്ന രീതിക്ക് നമുക്ക് ആ ഒരു പ്രശ്നത്തിന് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര ഹൈ ആയിട്ട് വെക്കുന്ന ഈ എക്സ്പെക്ടേഷൻസ് നമ്മൾ ലോയിലേക്ക് മാറിയിട്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക, ഗ്രാറ്റിറ്റ്യൂഡ് രീതിയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് നമുക്ക് റിലേഷൻഷിപ്പിൽ ഭയങ്കര രീതിക്കുള്ള ബോണ്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കുട്ടികളുടെ കാര്യം എടുത്തോളൂ. നമ്മളിപ്പം ഉമ്മമാരാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപ്പമാരാവുന്ന ആരും എക്സ്പീരിയൻസ്ഡ് അല്ല. എല്ലാവരും കുട്ടികളിൽ നിന്ന് പഠിക്കുകയാണ്. നമ്മളും ഉമ്മയാവാൻ പഠിക്കുകയാണ്, ഉപ്പയാവാൻ പഠിക്കുകയാണ്. മക്കളുടെ കാര്യത്തിലൂടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മക്കളൊന്ന് ദേഷ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ മക്കളുടെ സമയത്ത് നമ്മൾ ഒച്ചയെടുക്കുന്നതിന് മുമ്പ് ഇറ്റ്സ് ഓക്കെ, ആ ഒരു പ്രശ്നത്തെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അക്സെപ്റ്റ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ, എനിക്ക് ഓക്കെ ആണ്, എന്റെ മോനാണല്ലോ. അവരെ നമ്മൾ അംഗീകരിക്കുന്നതിനേക്കാൾ അപ്പുറം വേറെ ആരെ അംഗീകരിക്കാനാണ്? അവരിനി എന്ത് കുസൃതി കാണിച്ചാലും എന്റെ മോനല്ലേ എന്ന രീതിക്ക് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ കുഞ്ഞിനെ തന്നതിനും കുഞ്ഞിന്റെ വേറെ കുറേ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കുഞ്ഞ് ചെയ്യുന്ന നമ്മൾ പോലും വിചാരിക്കാത്ത കുറേ നല്ല കാര്യങ്ങൾ കുട്ടി ചെയ്യുന്നുണ്ടായിരിക്കും. അതിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആവുക. ഇങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവുന്ന സമയത്ത് അവര് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെ നമ്മളൊരു പ്രശ്നമാക്കൂല, നമ്മൾ വലിയൊരു സംഭവമാക്കൂല. കാരണം നമുക്ക് ആ പാരന്റിങ്, നമ്മൾ എല്ലാവരും മിക്ക ആളുകളും പാരന്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നതാണ് പാരന്റിങ് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു മദർഹുഡ് അല്ലെങ്കിൽ ഫാദർഹുഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. നമ്മൾ എപ്പോഴും നമ്മുടെ ഏത് സിറ്റുവേഷൻ ആണോ, ഏത് ലെവലിലാണോ നമ്മൾ നിൽക്കുന്നത്, ആ ലെവലിൽ നിന്നിട്ട് നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനിൽ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്തായിക്കോട്ടെ, ജോലി ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, നമ്മൾ പുറത്തു പോകുന്ന സമയത്തായിക്കോട്ടെ, ഒരു കൂട്ടുകാർ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്ന സമയത്തും നമ്മുടെ മൈൻഡിൽ കൊടുക്കുക, ഇന്നോ അവൻ എനിക്ക് കൈ തന്ന സമയത്ത് എനിക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. കാരണം എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ് ആ ഒരു കാര്യം. അതുപോലെ എനിക്ക് ആരോഗ്യത്തോട് കൂടിയിട്ട് അവന്റെ മുന്നിൽ എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. കാരണം നമ്മൾ വീട്ടിൽ വയ്യാണ്ട് നമുക്ക് എണീക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ വീട്ടിൽ കിടക്കുന്നത്, നമുക്ക് ഒരിക്കലും ആ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അവൻ ഉദ്ദേശിക്കണം അല്ലെങ്കിൽ അവനിൽ തോന്നണം എന്നെ വന്ന് കാണട്ടെ എന്ന്, എന്നാലല്ലേ നമുക്ക് അതൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്ന് ഇതൊന്നുമില്ലാതെ നമുക്ക് എഴുന്നേറ്റ് നടന്ന് നമ്മുടെ കൂട്ടുകാരെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ ഓക്കെയാണ്. നമുക്ക് പ്രശ്നങ്ങളില്ല. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എവിടെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുക? ഇനിയിപ്പോ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഇറ്റ്സ് ഓക്കെ, അത് സോൾവ് ആയിക്കോളും, എനിക്ക് കുഴപ്പമില്ല. ആ ഒരു സറണ്ടറൻസ് മൂഡിലേക്ക്, തവക്കൽ പടച്ചോനിലേക്ക് എനിക്ക് അത് പരമേൽപ്പിച്ചാൽ മതി, മൂപ്പര് ശ്രദ്ധിച്ചോളൂ, ഞാൻ ഓക്കെ ആണ് എന്ന രീതിക്ക് നമുക്ക് ആ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പല ആളുകളും പറയുന്നതാണ്, എന്റെ ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എന്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എനിക്ക് എന്റെ സങ്കടങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മൊമെന്റിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു തരത്തിലുള്ള ക്ലാസ്സും അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഇതും വേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൗൺസിലിങ്ങിന്റെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പഠിച്ചവൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ക്രിയേറ്റർ അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചനാഥ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഈ റെഡി ആവുന്ന സമയത്ത് നമ്മൾ ഗവൺമെന്റ് ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ ടേബിളിൽ കുറേ ഫയൽസ് ഇരിക്കുന്ന കാണാം, ശ്രദ്ധിച്ചിട്ടില്ലേ? അതെന്താണ് അവിടെ കുമിഞ്ഞുകൂടി ഇരിക്കുന്നത്? അത് ഒപ്പിട്ട് പോകാത്തത് കൊണ്ടാണ്. ഒരു സെറ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് അവിടേക്ക് വരും. ഇതേപോലെയാണ് നമ്മള് അതിൽ ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലോക്ക് മാറും.
ഓക്കെ ഇന്ന കാര്യത്തിന് കഴിഞ്ഞു, അടുത്തത് ഇനി അവന് കൊടുക്കാം. കാരണം അവൻ കുറച്ചും കൂടിയിട്ട് അവൻ ഞാൻ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തൃപ്തനാണ് അല്ലെങ്കിൽ തൃപ്തയാണ്. അതുകൊണ്ട് ഇനി അടുത്ത കാര്യങ്ങളും തന്നുകൊണ്ടിരിക്കാന്ന് വെച്ചാൽ ബ്ലോക്ക് മാറ്റണം. നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പിന്നെ പുതിയ കാര്യങ്ങൾ വരാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഒരു ഡോറ് ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ കുഞ്ഞു 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 കാര്യങ്ങൾ എടുത്തെടുത്തെടുത്ത് നമ്മൾ അവെയറായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് പറയാനുള്ള ലെവലിലേക്ക് നമ്മളെ മൈൻഡിനെ മാറ്റുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് വേറെ ഒരു തരത്തിലുള്ള വേറെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ഓക്കെ, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്ത് കാര്യമാണോ അതിലേക്ക് നന്ദി പറയും. ഇനി ചിലപ്പോൾ പറയും ഞാൻ ഒരുപാട് ദുആ ചെയ്ത കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. ഇപ്പൊ ഒരു ജോലിയുടെ കേസാണെങ്കിൽ എന്റെ ജീവിതം തന്നെ മാറാൻ വേണ്ടി പോകുന്ന ഒരു ജോലിയാണ്, പക്ഷെ അവസാനത്തെ ഇന്റർവ്യൂവിൽ എനിക്കത് കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ഉണ്ടാവുന്ന പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഇത് നമുക്ക് പറ്റുന്നതല്ല, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് തരാനാണ് നമ്മുടെ ക്രിയേറ്റർ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനത്തെ സമയത്ത് ഇത് നമുക്ക് തന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓക്കെ അല്ല, നമുക്ക് ഹയർ അല്ല ആ കാര്യം എന്നുള്ള രീതിക്ക് നമ്മൾ ചിന്തിക്കുക. അത് എന്തോ ആയിക്കോട്ടെ, അവിടെ ഹയർ ആണോ ഹയർ അല്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട. നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കേണ്ട കാര്യം. അത് നമുക്ക് ഓക്കെ അല്ല, നമുക്ക് അടുത്തൊരു അവസരം വരും, ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും വരും. എന്നാലും ഈ ഒരു സാധനം എന്നിൽ നിന്ന് തട്ടിപ്പോയല്ലോ പഠിച്ചോനെ അൽഹംദുലില്ലാ എന്ന് പറയുന്ന സമയത്ത് അടുത്ത സെക്കൻഡിൽ അല്ലെങ്കിൽ അടുത്ത ഒരു ഇതിൽ തന്നെ നമുക്ക് ഇതിനേക്കാൾ വലിയൊരു നമുക്ക് ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മുടെ അരികിലേക്ക് വരും എന്നുള്ളതാണ്. അതുപോലെ ചില ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാനായോണ്ടാണ് ആ പ്രശ്നം ഞാൻ ക്ഷമിച്ചത് എന്ന് പറയാറില്ലേ. 5 കൊല്ലായി ഞാൻ അതിന്റെ മുകളിൽ ഞാൻ ക്ഷമിച്ചോണ്ടാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നത്. എന്നാലും പടച്ചോനോനെ കണ്ടോളൂ. എന്റെ അവസാനം പറയുന്ന ഒരു കാര്യമാണ്, പടച്ചോനോനെ കണ്ടോളൂ. ഞാൻ ക്ഷമിച്ചു കൊടുത്തിക്കുന്നു, എന്റെ കാര്യം ഓക്കെ, ഇനിയിപ്പോ മൂപ്പരെടുത്ത് പോയാല് അതിനുള്ള കാര്യം കിട്ടിക്കോളൂ. ഇത് ശരിക്കും ക്ഷമിക്കലാണോ? ഇതാണോ ക്ഷമിക്കല്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഈഗോ ആണെന്ന് വേണമെങ്കിൽ പറയും. നമ്മള് നമ്മുടെ സ്പിരിച്വാലിറ്റിയെ കൂടെ കൂട്ടുപിടിച്ചിട്ട് ആ ഒരു ഗ്രഡ്ജ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. നമ്മൾ എത്രയൊക്കെ നമ്മൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ക്ഷമിച്ചിട്ടില്ല, അതല്ല നമ്മുടെ ക്ഷമ. നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഒരു ആള് നമ്മൾ ചീത്ത പറഞ്ഞാലും നമുക്ക് ചിരിച്ചോണ്ട് നിന്നിട്ട് ഓരോട് അസ്സലാമു അലൈക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ആ രീതിയിൽ ആളോട് സംസാരിക്കാൻ ഭയങ്കര കാമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. നമുക്ക് ദേഷ്യം വരില്ല. നമ്മൾ എപ്പോഴും ഓക്കെ അയാൾ അങ്ങനെയാണ്, ആ രീതിയിലേക്ക് നമ്മൾ ആവണ്ട എന്നുള്ള രീതിക്ക് നമ്മൾ അവിടെ കടിച്ചമർത്തേണ്ട ആവശ്യമില്ല, അത് സ്വതവേ വന്നോളും. ഇനിയിപ്പം ആ ആളോട് പ്രശ്നം, ഇനിയിപ്പോ അയാൾ എന്തെങ്കിലും ചെയ്തോട്ടെ, അടുത്തൊരു കാര്യം വരുമ്പോ മൂപ്പർ അന്ന് എന്നോട് അങ്ങനെ ചെയ്തത്, ഇനി ഞാൻ അയാളോടായിട്ട് ഒരു കമ്പനി ഇല്ല എന്നുള്ള രീതിക്ക് നമ്മൾ പല കാര്യങ്ങളും പറയും. പക്ഷെ നമ്മൾ ഈ ഒരു വൈബ്രേഷനിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാൾ പറഞ്ഞോട്ടെ, ഞാൻ എന്റെ ഭാഗം അത് ക്ഷമിക്കുക എന്ന് പറയുമ്പം പടച്ചോൻ ശിക്ഷിച്ചോളും എന്നുള്ള രീതിക്കല്ല, നമ്മൾ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി ഒരിക്കലും അയാൾക്ക് ആ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ പേഷ്യൻസ് എന്ന് പറയുന്നതിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയല്ലേ, ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു വൈബ്രേഷനിലാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് തന്നെ പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമുക്കത് വിട്ട് കളയാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനിലായിരിക്കണം എന്നുള്ളതാണ്. നമ്മള് അല്ലാത്ത ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞു എന്ന് വിചാരിച്ചാലും നമ്മുടെ ഉള്ളിൽ അതിന്റെ ഒരു വൂണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഭാണ്ഡക്കെട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു കഥ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു ഗുരുവിന്റെ അടുത്ത് പോയപ്പോ, ഞാൻ ശരിക്കും ഓർമ്മയില്ല, ഇനിയിപ്പോ അത് പറഞ്ഞാൽ തെറ്റിപ്പോന്നറിയില്ല, എങ്കിലും പറയാം. ഒരു ചാക്കില് നമ്മുടെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ചീഞ്ഞിട്ട് കൊണ്ട് നടക്കുന്ന അവസ്ഥയല്ലേ, എന്ത് നാറ്റായിരിക്കൂല്ലേ.
അതേ അവസ്ഥയായിരിക്കും നമുക്ക് വേണ്ടാത്ത ഗ്രഡ്ജ് ആരെങ്കിലോടും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലോടും നമുക്കൊരു വിദ്വേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നത് ഇതേ ഒരു നാറ്റമാണ്. ഒരു ഉരുളക്കിഴങ്ങ് അഴുകിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതേ ലെവലിലാണ്. പക്ഷെ അത് നമുക്ക് ഉപേക്ഷിക്കാനുള്ള മനസ്സുണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ജീവിതത്തില് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ അത് കൊണ്ടുപോകരുത് എന്ന് തീരുമാനിക്കാനുള്ള മനസ്സുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വൈബ്രേഷനിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എത്രയൊക്കെ നമ്മൾ മറന്നു, എത്രയൊക്കെ ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഈ സാധനങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരും. ഇനി നമ്മൾ ഇത്ര തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും നമ്മൾ ഹാപ്പി ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം വരാം എന്നുള്ള കാര്യങ്ങൾ, നമുക്ക് അനുഗ്രഹങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മുടെ മൂഡിൽ ഡിപ്പെൻഡഡ് ആണെന്നാണ്. നമ്മൾ സന്തോഷിക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അതേപോലുള്ള കാര്യങ്ങളായിരിക്കും. നേരെ തിരിച്ച് നമ്മൾ സങ്കടമുള്ള കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതം എന്താ ഇങ്ങനെ, നമുക്ക് മാത്രമേ ഉള്ളല്ലോ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം ചിന്തിക്കുക, നമ്മുടെ മൈൻഡിലേക്ക് ഒന്ന് നോക്കുക. നമ്മുടെ ചിന്തകൾ എങ്ങോട്ടാണ്, നമ്മുടെ തോട്ട്സ് എങ്ങോട്ടാണ് പോകേണ്ടത്, തോട്ട് പാറ്റേൺ ഒന്നും മാറ്റേണ്ട സമയമായിട്ടില്ല എന്ന് അപ്പൊ തന്നെ ചിന്തിക്കുക. ആ സ്വിച്ച് ഓൺ ചെയ്യുക. നമ്മൾ അപ്പോഴേക്കും നമുക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അപ്പൊ തന്നെ നമ്മൾ ഡൈവേർട്ട് ആവുക. നമ്മൾ അത് തന്നെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണ്, പഠിച്ചോനെ എന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, എന്റെ ജീവിതത്തിൽ മാത്രം ഒരു നല്ല കാര്യം നടക്കുന്നില്ലല്ലോ. ഓരോ റീലൊക്കെ കാണുമ്പോൾ ഓൻ എപ്പോഴും ട്രിപ്പ് പോവാണ്, ഓന്റെ വീട് അതാ വെക്കുന്നു, പുതിയ കാറ് മേടിക്കുന്നു, ഫോണ് വാങ്ങിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു, നമുക്കിതൊന്നും ഉണ്ടാവൂലേ എന്ന് ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്ന് റീകോൾ ചെയ്യുക, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. നമ്മൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. അപ്പൊ തന്നെ ഡൈവേർട്ട് ആക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഫോൺ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല, വണ്ടി വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ ആ ഒരു ദിവസം നല്ല രീതിയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നമ്മൾ ഓക്കെയാണ്. ആ ഒരു ദിവസത്തിൽ നമ്മുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും കൂടെ ആരോഗ്യത്തോടു കൂടി നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. നമ്മൾ ഒരു യാത്ര പോയിട്ട്, നമ്മുടെ ഒരു ജോലിയുടെ ആവശ്യത്തിനോ എന്ത് കാര്യത്തിന് നമ്മൾ പുറത്തു പോയിട്ട് പടച്ചവന്റെ സംരക്ഷണയോടുകൂടി, ഒരു കാവലോടുകൂടി തിരിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഇതൊക്കെ നമുക്ക് അതാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം അപകടങ്ങൾ നമ്മളൊരു പത്രം എടുത്ത് നോക്കി അല്ലെങ്കിൽ ഫോൺ എടുത്ത് നോക്കി നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാതെ എനിക്ക് ആരോഗ്യത്തോടു കൂടി കണ്ണ് തുറക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഞാൻ ബ്ലെസ്ഡ് ആണ്. നമ്മള് കിടന്നിട്ട് ഉറങ്ങി എണീക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. കാരണം നമ്മൾ ഉറങ്ങി പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു, നമുക്ക് പിന്നെ ജീവനില്ല. നമുക്ക് കണ്ണ് തുറക്കാൻ വേണ്ടി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ഭൂമിയിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല, നമ്മൾ പിന്നെ നമ്മുടെ മണ്ണിലോട്ടായിപ്പോയി. അപ്പം അതൊന്നും ഇല്ലാതെ വീണ്ടും വീണ്ടും ഉണരാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തില് ഓരോ അവയവവും ഓരോ സെക്കൻഡിലും ചെയ്യേണ്ട ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അതിനേക്കാൾ വലുത് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു ഞരമ്പ് ചെറുതായിട്ടൊന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും. അല്ലെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ നമ്മുടെ ബോഡിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ തന്നെ നമ്മുടെ കൈയൊന്ന് മുറിഞ്ഞാൽ പോലും നമുക്ക് ഭക്ഷണം, ഇപ്പൊ വലത്തെ കൈയാണ് മുറിയുന്നതെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റില്ല, ഇടത്തെ കൈയാണെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം എന്തൊരു പോറലും സംഭവിക്കാതെ ഓരോ മൊമെന്റിലും നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, പിന്നെ എന്താ നമുക്ക് പ്രശ്നം? നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ജീവിതത്തിൽ? നമ്മൾ പറയില്ലേ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്റെ പ്രശ്നങ്ങൾ തീർക്കാനാണ് ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതൊന്നും അങ്ങോട്ട് നടന്നു പോകുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് നടന്നു പോകുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പാർട്ടിന്റെ അപ്പുറത്ത് നമ്മൾ എന്തെല്ലാം ബ്ലെസ്സിങ് ആണ് നമ്മൾ ഒരു മൊമെന്റിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് പഠിച്ചോനെ, അത് പഠിച്ചോൻ തന്നൊരു കഴിവാണ്. എന്നെ ഇവര് ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആരും എന്നെ കാണാൻ വേണ്ടി പോകുന്നില്ല. അത് പടച്ചോൻ അവരുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ആ കാര്യത്തിൽ. നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ വീഡിയോ മോഡിൽ വന്നിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അത് നിങ്ങളിൽ ആ രീതിയിൽ എന്നെ കണ്ടുകൊണ്ട് കേൾക്കാൻ പഠിച്ചോ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിലുള്ളത്? നമുക്ക് ആ ഒരു നല്ലൊരു ലൈഫ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ പോരെ.
നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ എപ്പോഴും എന്ത് പ്രോബ്ലം വരുന്ന സമയത്തും എന്ത് പ്രശ്നങ്ങൾ എനിക്ക് അത് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്തും നമ്മൾ പലതരത്തിലുള്ള ആളുകളോടൊക്കെ ദേഷ്യം മനസ്സിൽ വെക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോളും. അതൊന്നും നമ്മളെ ഏൽക്കൂല. നമ്മുടെ പരാതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പരിഭവപ്പെടില്ല നമ്മുടെ ലൈഫിനെ ഓർത്തിട്ട്. നമ്മുടെ ഭാര്യയോട് ഒരു സമയത്ത് നമുക്കൊരു അല്പം ഒരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ അവളെ കുറിച്ച് ആലോചിക്കുക. ജസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടില്ലേ, നീ നിന്റെ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് കണ്ണിൽ നോക്കി ഇരുന്നാൽ തന്നെ ഇബാദത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ണിൽ നോക്കി ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ചില ആളുകൾ പറയും, എന്താണ് നിന്റെയൊക്കെ കണ്ണിൽ നോക്കാന്, ഇത് കെട്ടിയാ തന്നെ അബദ്ധമായി നിരിക്കുക എന്നുള്ള രീതിക്കൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ചിലപ്പോ തമാശക്ക് നമ്മുടെ കെട്ടിയന്മാരോട് അല്ലെങ്കിൽ ചോദിക്കും, നിങ്ങൾക്ക് അടുത്തൊരു ജന്മത്തില് ഞാൻ ഭാര്യയായിട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണോന്ന്. അപ്പൊ ഈ ജന്മത്തിൽ തന്നെ ഞാൻ സഹിക്കാണ്, ഇനിയിപ്പൊ അടുത്ത ജന്മത്തില നോ വേ എന്ന രീതിക്ക് നമ്മൾ പറയും. അല്ല, ഹസ്ബൻഡിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, നേരെ ഓപ്പോസിറ്റ് അങ്ങനെയൊക്കെ തന്നെ നമ്മൾ പറയാറുണ്ട്. തിരിച്ചിങ്ങോട്ടാണ് ചോദിക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും അത് വിട്ടുകൊടുക്കൂല. പക്ഷേ നമ്മള് നമ്മുടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് മനസ്സിലിങ്ങനെ കരുതാ, പഠിച്ചോനെ ഇവളിലൂടെ എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവളെനിക്ക് എല്ലാ ദിവസവും എന്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇവനാണല്ലോ എന്റെ എല്ലാ സ്വപ്നങ്ങൾക്കും കൂടെ നിൽക്കുന്നത്, എന്റെ ഒരു ഇഷ്ടം പറയുന്ന സമയത്ത് എന്നെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ റെഡിയാക്കി തരാന്ന് എന്റെ കൂടെ ചേർത്ത് പിടിക്കുന്നത് ഇവനാണല്ലോ എന്ന രീതിക്കൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ആ ഒരു ബോണ്ട് ഭയങ്കരമായിട്ടും കൂടുന്നത് നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, ഇത്രയൊക്കെ ചെയ്താൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് മനസ്സിലിങ്ങനെ കരുതുക, പഠിച്ചോനെ എന്റെ രക്തത്തിൽ പറഞ്ഞ എന്റെ കുഞ്ഞാണല്ലോ എന്റെ കയ്യിലിരിക്കുന്നത്, ഇവൻ ആരോഗ്യത്തോടു കൂടി എന്റെ കയ്യിലേക്ക് തന്നല്ലോ, അൽഹംദുലില്ലാ എന്ന രീതിക്ക് മൈൻഡിൽ കരുതുന്ന സമയത്ത് കുട്ടീന് എന്ത് പ്രശ്നം കാണിച്ചാലും അത് മാറിയിട്ട് നമുക്ക് അവരോട് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നും, ഇഷ്ടം തോന്നും. എന്നിട്ട് അവനോട് പറഞ്ഞു കൊടുക്കുക, നീ ഇതൊന്നും ചെയ്യല്ലേ, ഇതൊന്നും ചെയ്യുന്നത് മോശമാണ് ട്ടാന്ന് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു വൈബ്രേഷനിലാണ് നമ്മൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലോകത്ത് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു സെക്കൻഡ്, എന്റെ മോനാണ്. ഓക്കെ, സോറി കേട്ടോ, മോന് വന്നിട്ട് വിളിച്ചതാണ്. അപ്പം നമുക്ക് ഈ ലോകത്ത് നമുക്ക് ക്ഷമിച്ചു കൊടുത്തതിന്റെ പേരിലോ കളിക്കേണ്ട ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പം നമ്മൾ ക്ഷമിച്ചു കൊടുത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വിട്ടുകൊടുത്തതിന്റെ പേരിലോ ഒരിക്കലും നമ്മൾ തോറ്റുപോയിട്ടില്ല. നമ്മൾ അവിടെ ജയിച്ചിട്ടേ ഉള്ളൂ. ചിലപ്പം ആ മൊമെന്റിൽ ആരും തന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ശരിയാണ് ചെയ്തത് എന്നുള്ള കാര്യം. ഈ ഒരു ലോകം എന്ന് പറയുന്നത് എന്താ പറയാ, നന്മയുടെ ലോകാണ്, അനുഗ്രഹങ്ങളുടെ ലോകാണ്, നമ്മൾ സ്നേഹിക്കുന്നവരുടെ ലോകാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമുക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ, മറ്റുള്ളവർക്കൊക്കെ സുഖമാണ്, അങ്ങനത്തെ രീതിക്കൊന്നുള്ള ചിന്തകൾ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മളിൽ എന്തൊക്കെ കാര്യങ്ങൾ നന്ദി പറയാനുണ്ട്, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓരോ മൊമെന്റിലും നമ്മളിങ്ങനെ താങ്ക് യു പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ പരാതികളും പരിഭവങ്ങളൊന്നും ഇല്ലാത്ത ഏറ്റവും നല്ല പ്യുവർ മനുഷ്യനായിട്ട് ഏറ്റവും നല്ല ലൈഫ് നമുക്ക് കിട്ടിയെന്നുള്ള ആ ഒരു എന്താ പറയാ സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഓരോ സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും പ്രൊഡക്റ്റീവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന്റെ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എനിവേ, താങ്ക് യു ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിനും എനിക്ക് ഇതുപോലെ ഒരു സമയം തന്നതിനും ഒക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫാത്തിമ മാം. മാഷാഅല്ലാ, നല്ല രസമുള്ള സെഷൻ ആയിരുന്നു. ഒരു ഫ്ലോയിൽ നമ്മൾ അങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാളെ എക്സാം, നാളെ അല്ല മറ്റന്നാൾ യൂണിവേഴ്സിറ്റി എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ടീമിന്റെ ഗ്രൂപ്പിൽ പറഞ്ഞേ, പറ്റുന്നവരൊന്ന് കയറിട്ടോ, ഞാൻ ഫുൾ ടൈം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇന്നെ ഇവിടെ ഇരുത്താനുള്ള സമയം എന്തോ നിങ്ങൾക്ക് ഇവിടെ കഴിവുണ്ടായിരുന്നു. അത് മറിച്ചു മാഷാഅല്ലാ. ഞാൻ ഇറങ്ങണമെന്നുള്ള നിയത്തിൽ വന്ന തന്നെയായിരുന്നു. ഉമ്മയും അപ്പുറത്തിന്റെ ഉമ്മയും പറഞ്ഞു നല്ല ക്ലാസ് ആണ് കേട്ടോ.
ഉമ്മ ഇതോ ഇരിക്കാറുണ്ട്. അപ്പൊ ഉമ്മാന്റെ കമന്റ് കേട്ടിട്ടുണ്ട്, മാഷാല്ല നല്ല ക്ലാസ് ആയിരുന്നു. ഒരു ഫ്ലോ സ്റ്റേറ്റിലായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒന്നും കൂടെ റിലേഷൻഷിപ്പ് ഫോക്കസ് ചെയ്തിട്ട് അതിൽ കൂടുതൽ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇവിടെ ഇരിക്കുന്നത് എല്ലാ കാറ്റഗറിയിലുണ്ട്, എല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടാവും. ഫാത്തിമാവിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു നമ്മളിവിടെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്നുള്ളിലേക്ക് എടുക്കണമെങ്കിൽ എടുക്കാന്നില്ല. എന്തെങ്കിലും അടിപൊളിയായി തന്നെ സെഷൻ കഴിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നമ്മളെ സ്റ്റുഡന്റ് ആണ്, അറിയാതെ ലാസ്റ്റ് കരിയർ ഒക്കെ ഉള്ളതുണ്ടാവും. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്സും കൂടെ നമുക്കുണ്ട്. നമ്മളിപ്പോ ട്രെയിനേഴ്സ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ അവരെവിടെ എത്തി, അല്ലെങ്കിൽ അവരിപ്പോ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും വരുന്നതാണല്ലോ. അപ്പൊ അതിനുള്ള ഒരു ലിവിങ് എക്സാമ്പിൾ, ഒരു ലൈവ് എക്സാമ്പിളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ ടൈം പോയത് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. മാഷല്ല. ഇനി ഓരോരുത്തർക്ക് ഫീഡ്ബാക്ക് പറയാനുള്ള അവസരമാണ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളവർക്ക് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു. ആരാണ് ഫസ്റ്റ് വരുന്നത്? ഹലോ, അസ്സലാമു അലൈക്കും. വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്തോണ്ടാണ് കേട്ടോ ഓൺ ആക്കാത്തെ. എൻ്റെ പേര് റഷീദ. ഫാത്തിമാക്ക് അറിയുന്നുണ്ടാവും. ഒരുപാട് സന്തോഷം. ഞാന് അങ്ങനെ സെഷനിൽ കയറാത്ത ഒരാളാണ്. പക്ഷെ ഇന്ന് ഫാത്തിമയുടെ പോസ്റ്റർ കണ്ടപ്പോ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്താണ്. എനിക്ക് ഭയങ്കര സന്തോഷം ഫാത്തിമയുടെ സെഷൻ കേട്ടപ്പോ. അതും ഓരോ വാക്കുകളും നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഈ പറയുന്ന പോലെ ഗ്രാറ്റിറ്റ്യൂഡ് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മള് കുറച്ചു കാലെങ്കിലും കുറച്ച് ഒരേ യാത്ര ചെയ്തവരാണ്. അപ്പൊ അങ്ങനെ ഒരു ആള് വന്ന് ഇങ്ങനെ ആളുടെ സെഷൻ കേട്ടപ്പോ ഒരുപാട് സന്തോഷം. നല്ല രസമായിട്ട് ഫാത്തിമ അത് കൈകാര്യം ചെയ്തു എന്നുള്ള നല്ല രസമായിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ആയിട്ട് എല്ലാവരും ആ ഫ്ലോയിൽ ഇരുന്ന് വേറെ ഒരു മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ആയി പോവാതെ എന്റെ സംസാരം തന്നെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു നോർമൽ വേയില് ഒട്ടും അതിനൊന്നും എന്താ പറയാ ഒരു സെഷൻ ആണെന്ന് കരുതിയിട്ട് നമ്മളെ നോർമൽ വർത്താനത്തിൽ നിന്ന് ഒന്ന് കേറി പോവാതെയും ഒട്ടും അങ്ങ് താഴെ ഇറങ്ങാതെയും ഒക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ കൊണ്ടുപോയി എന്നുള്ള എന്താ പറയാ ഈ എങ്ങനെയാണോ പറയല് അതുപോലെ ഈ പറഞ്ഞ് നല്ല രസമായിട്ട് പോയി. എന്തായാലും മാഷാ അള്ളാ ഒരുപാട് സന്തോഷം. താങ്ക് യു ഇനിയും ഡിയർ. ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യുടാ. മാഷാ. താങ്ക് യു റഷീദ മാം. ഇനി സെഷൻസിലൊക്കെ കയറുക, അടിപൊളിയാക്കാം. നെക്സ്റ്റ് ആരായിരുന്നു? ഹലോ, ഫാഹിദ മാം, ഇജാസ് ബ്രോ, ഷമീല. പറഞ്ഞോളൂ, ആരാണ്? ഇർഫാനാണ്. ഓക്കെ മാം, പറഞ്ഞോളൂ. ഞാൻ ഇന്ന് സാറ് ഒരു പോസ്റ്ററാണ് ഞാൻ കണ്ടത്. അപ്പൊ പെട്ടെന്ന് ഞാൻ അത് വിചാരിച്ചില്ല ക്ലാസ് കയറി. ഇപ്പൊ കുറച്ചാഴ്ചകളിലായിട്ട് സാറ് ക്ലാസ് കേൾക്കാൻ ഇപ്പൊ ഇങ്ങനെ വന്നേ. പിന്നെയാണ് പെട്ടെന്ന് പോസ്റ്ററൊക്കെ മാറി ഇത് കാണുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ എന്തെങ്കിലും കണ്ട അധികവും ഞാൻ ലീവ് ചെയ്യലാണ്. വേറെ ഇതിലല്ല, വേറെ ഏതെങ്കിലുമൊക്കെ സെഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ ഞാൻ എന്തായാലും കേട്ടൊക്കെ നേരിച്ച് ഓണാക്കിയിട്ട് പിന്നെ ഞാൻ മോനെ ഇങ്ങനെ കളിപ്പിക്കുന്നു. അപ്പൊ ഞാൻ നോക്കുന്നേരം ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ഞാൻ അവിടെ ഇരുന്നങ്ങ് കേട്ടുപോയി. പിന്നെ ഞാൻ ഇവിടെ നിന്ന് എണീറ്റിട്ടേ ഇല്ല. അതാ ഞാൻ പറഞ്ഞ അത്രയും നല്ല എനിക്കെവിടെ പരിചയമുണ്ട്. നിങ്ങൾ മാമാസിലോ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? എന്നാ നല്ല പരിചയമുണ്ട് എനിക്ക് കണ്ടിട്ട്. ആ ഉണ്ടായിരുന്നു. പിന്നെ അൽഹംദുലില്ലാ. പിന്നെ ഈ റിലേഷൻഷിപ്പിനൊക്കെ പറഞ്ഞില്ലേ, അതിലൊക്കെ ഞാനും പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നല്ല മാറ്റമുണ്ട്. പക്ഷേ റിലേഷൻഷിപ്പ് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഓരെന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് കാണുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ഒരാളെ തന്ന പഠിച്ചവന് ആ രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിക്കുമല്ലോ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് കറക്റ്റ് ആണ്. ആള് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന എന്ത് നോക്ക്. ഇപ്പൊ എന്റെ നാട്ടിലാണ് ഹസ്ബൻഡ്. അപ്പൊ ഞാൻ വിചാരിക്കും എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളത്. ഞാൻ ആ സമയത്ത് തന്നെ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റും. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിപ്പോ മക്കളെ കാര്യത്തിൽ പറഞ്ഞ സമയത്ത് എല്ലാം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. എക്സാമ്പിളൊക്കെ കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തന്നെ. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വേറെ കുറെ സെഷനൊക്കെ ഇങ്ങനെ കേട്ടു. പക്ഷെങ്കിൽ ഇത് ഒരു വേറെ തന്നെ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഇർഫാന മാം. എനിക്ക് തോന്നുന്നു ഫാത്തിമ മാമിന്റെ കുറെ ടീംമേറ്റ്സ് അറിയാണ്ട് അത്ഭുതപ്പെട്ടിരിക്കുന്നുണ്ടാവുമെന്ന്. ഫാത്തിമ സെഷൻ എടുക്കുക എന്നുള്ള ഫീലില്. എന്തായാലും അടിപൊളി. അതാണ് കേട്ടോ, നമ്മൾ ആർക്ക് മാത്രമാണ് ആളെടുത്ത് പറയുന്നത്. അഫ്സൽ സർ പെട്ടെന്ന് ഒരു ബിസി വന്നപ്പോൾ ചോദിച്ചു ഇങ്ങനെ ഗ്രൂപ്പിൽ എന്ന് നമ്മളൊരു സെഷൻ കൊടുക്കും. ആള് പെട്ടെന്ന് നോക്കി പറഞ്ഞതാണ്, പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. 6:30 to 8:15 ആ സമയത്തിന്റെ ഇടയിലാണ് ആള് പോലും അറിയുന്നത് ഇന്ന് ഞാനാണ് ക്ലാസ് എടുക്കാനുള്ളത് എന്നുള്ള കാര്യം. ഇതിൽ അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു? ഞാൻ പറയാം. അടിപൊളി, മാഷാ അല്ലാ. നല്ല റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് കണക്ട് ആവുക. കാരണം ഞാൻ മാരീഡ് ആണ്. പാരന്റിങ് എല്ലാ ലെവൽക്കും മാമിന് കണക്ട് ചെയ്ത് നമ്മളെ ലൈഫിൽ പോയിക്കൊണ്ട് നിൽക്കുന്നതാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും ചില സമയത്ത്, നിങ്ങൾ പറഞ്ഞ മാതിരി സഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് അങ്ങോട്ട് ആ സമയം തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് ഉണ്ടാവും. ഏതായാലും മാഷാ അല്ലാ, അടിപൊളി. താങ്ക് യു. താങ്ക് യു. ഹലോ, ഹലോ. ഞാൻ പറയട്ടെ. അറിഫ പറഞ്ഞോളി.
ക്ലാസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുഡ് കൊടുക്കായിരുന്നു മോൾക്ക്. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടിരുന്നു പോയി. എനിക്ക് നല്ല ഇഷ്ടമായി ക്ലാസ് കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ എനിക്ക് ഒന്നുകൂടി ഒന്ന് കണക്ട് ആയി തോന്നിയത് പാരന്റിങ്ങിലാണ് കേട്ടോ. കാരണം എനിക്ക് ചെറിയ കുട്ടിയാണുള്ളത്. ആള് വാശി പിടിക്കും കരയുമ്പോ ഒക്കെ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ആദ്യം ദേഷ്യ കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. പിന്നെ നമ്മളിത് ഇങ്ങനെ അംഗീകരിച്ച് പഠിച്ചവന് തന്നല്ലോ എന്നുള്ള ആ ഒരു ഇതില് നമ്മളത് അങ്ങനെ അംഗീകരിച്ച് അതിന് ഗ്രേറ്റ്ഫുൾ കാര്യങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതേപോലെ റിലേഷൻഷിപ്പിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര എന്താ പറയാ, നമ്മള് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലുള്ള ഓരോ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞു പോയത്. പിന്നെ എന്താ പറയാ, ആ മുഖത്തത് ആ ചിരി മാറ്റാണ്ടുള്ള ക്ലാസ് ആയിരുന്നു. അതാണ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഒക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാലും പോരാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു റിഫ, താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? ഹലോ ഇജാസ് ആണ്. ഹലോ, എന്റെ പേര് ഇജാസ് അഹമ്മദ്. ഫാത്തിമക്ക് അറിയോന്ന് അറിയില്ല. അവര് നമ്മളെ സ്റ്റുഡന്റ് ആണ് കേട്ടോ, ട്രെയിനിങ് ബാച്ചത്തെ. അപ്പൊ എനിക്ക് ഓർമ്മ, ഞാൻ മൊത്തം കേട്ടിട്ടില്ല, ക്ലാസ് കേട്ടില്ല. ഞാന് പിന്നെ എന്തായാലും ഫാത്തിമാന്റെത് ആയോണ്ടല്ലേ വെച്ച് കേറിയതാ. ഞാൻ മൊത്തം കേട്ടിട്ടില്ല, കേക്കും ഇൻഷാല്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ലാസ്റ്റ് കുറച്ച് സമയം കേട്ട്, വേറെ തിരക്കിലുണ്ടായ. അപ്പൊ ആദ്യം നമുക്ക് ഓർമ്മയില്ലേ, ഫാത്തിമയായിട്ട് നമ്മളൊരു സെഷൻ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പായിട്ട്, നമ്മുടെ ഫസ്റ്റ് അസൈൻമെന്റ് എന്ന രീതിയിൽ. അപ്പോ അന്ന് എന്താ പറയാ, ഫാത്തിമ കാണിച്ചൊരു വെപ്രാളുണ്ട്. അതായത് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫാത്തിമ അന്ന് കാണിച്ചൊരു വെപ്രാളുണ്ട്. അതായത് നമ്മളിത് ചെയ്യുമല്ലോ, ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗ്രൂപ്പിലുള്ള ബാക്കി രണ്ടാളും കൂളാ, അത്ര പ്രശ്നമില്ല, ഒരു ഇതുമില്ല. പക്ഷെ ഫാത്തിമ അന്ന് ഒരു എന്താ പറയാ, ഞാൻ എന്താ പറയാ, എനിക്ക് കിട്ടുമോ, ഞാനിപ്പോ എന്താ ചെയ്യാ, ഞാൻ പോയിട്ട് അവിടെ പൊട്ടത്തരം കളിക്കുമോ, അങ്ങനെയാണ് ഇങ്ങനെ, എന്റെ ടോപ്പിക്ക് സെറ്റ് ആയില്ല, ഒരുപാട് കാരണങ്ങൾ അന്ന് പറഞ്ഞ ആളാ. ഇപ്പൊ ഇതാ നിർത്താണ്ട് ഇങ്ങനെ ആ ചിരിയില് ക്ലാസ് എടുത്തു പോയപ്പോ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. കാരണം നമ്മുടെ കൂടെയുള്ള ഒരാള് ഇങ്ങനെ നല്ല ഉയരത്തിലേക്ക് എത്തുമ്പോ, അവര് ഡെവലപ്പായിട്ട് വരുമ്പോ നമുക്കൊരു സന്തോഷ. അപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലത്തുള്ള സെഷനുകൾ എടുക്കാൻ കഴിയട്ടെ ഇൻഷാല്ല. പഠിച്ചോൻ ലൈനിൽ ഇത് തരട്ടെ. ഓക്കെ, താങ്ക് യുടാ. അത് അവർ പറഞ്ഞ കറക്റ്റ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ അസൈൻമെന്റിനും നമ്മൾ പറയലുണ്ട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്ലാസ് വരുന്ന നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടാണ്. അപ്പൊ അവരുടെ സെഷൻ എടുത്തപ്പോൾ ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഗ്രൂപ്പിൽ ഞാൻ എല്ലാ കോമൺ ഗ്രൂപ്പിലുള്ളതുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, ശരിയാവോ അറിയില്ല, ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ മാറി ട്രെയിനായി ഒഫീഷ്യലി ഇറങ്ങിയിട്ട് 1 മാസം ആവുന്നേ ഉള്ളൂ. സോറി, കഴിഞ്ഞ 21-ാം തീയതി ആയിരുന്നു. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും, മാഷാ അല്ലാ, സന്തോഷം. കമന്റ് ബോക്സിൽ കാണുന്നെല്ലാം വരുന്നുണ്ട് കേട്ടോ ഫീഡ്ബാക്ക്. സൂപ്പർ ക്ലാസ്, എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, മാഷാ അല്ലാ, ഉയരങ്ങളിൽ എത്തട്ടെ ഇൻഷാ അല്ലാ. താങ്ക് യു ബിൻസി മാം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഷഫീഖ് സർ താങ്ക് യു. ഇർഫ, ഇനിയും വരണേ ഇൻഷാ അല്ലാ, നമ്മൾ കൊണ്ടുവരും. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് പറയാന്? ഹലോ മാം. ഹായ് ഹായ്, അവറിയോ? ഞാനിതിലെ എല്ലാ സെഷനിലും പൊതുവെ കേൾക്കുന്ന ഒരാളാണ്. പക്ഷെ ഫാത്തിമ മാമിനെ പറഞ്ഞ കേട്ടോ, ഇത് നമ്മളെ വേറെ സ്റ്റുഡന്റ് ആണ് ഹയാന്നുള്ളത്. എല്ലാ സെഷനിലും വന്ന് നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ തന്ന് കറക്റ്റ് അനലൈസ് എടുക്ക അങ്ങനെ നോക്കുന്ന ആളാണ്. പറഞ്ഞോളി. ലിറ്ററലി അമേസിങ്, അങ്ങനെ തന്നെ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഒരുപാട് സ്പീക്കേഴ്സ് ഇങ്ങനെ സംസാരിക്കണ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങള് ക്ലാസ് എടുക്കുമ്പോ എന്താ പറയാ, ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്നതാ, പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് മുഖത്തുണ്ട് നിങ്ങളുടെ. ലിവിങ് എക്സാമ്പിൾ അറിയാം, കുറെ എക്സാമ്പിൾസ് നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ ഫേസിൽ തന്നെ ആയിരുന്നു കുറെ നേരം. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇത് ആളുടെ മുഖത്ത് തന്നെ ഉണ്ട്, അതിന്റെ എക്സ്പ്രഷനും കാര്യങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ അതെന്ത് ഫീൽ ചെയ്തിട്ടാ പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം പറയുമ്പോ നമ്മുടെ എക്സ്പ്രഷനുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. സങ്കടം വരുമ്പോ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ മുഖത്ത് അത് ഫീൽ ചെയ്യണം. നിങ്ങൾ ഓരോ ഇതിങ്ങനെ പറയുമ്പോ, ഇപ്പൊ എസ്പെഷ്യലി റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴും ഫാമിലിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിങ്ങളുടെ ഫേസിൽ കാണാനുണ്ട് അതിന്റെ എക്സ്പ്രഷൻ. അതാണ് ഇവിടെ ഇരിക്കുന്ന ഒരു മെജോറിറ്റി ആൾക്കാരും ആ ഒരു ഫ്ലോയില് പോയി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ടോക്കിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ, മാഷാല്ലാ അമേസിങ് ആണ്. പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കിളി മാറിയിട്ട് ഇങ്ങനെ ഇരിക്കാതാ, എന്താ പേര് പറയുന്ന സത്യം. മുഖം കണ്ട് മനസ്സിലായി. കമന്റ് ബോക്സ് ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞപ്പോ ഞാൻ ഇത്രക്ക് ഉണ്ടോ ഇങ്ങനെ വിചാരിച്ചിരിക്കുക. പക്ഷെ
ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇനി ഒരുപാട് പോവാണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. പക്ഷെ അടിപൊളിയാണ് നിങ്ങളെ ക്ലാസ്. പിന്നെ മെജോറിറ്റി ആൾക്കാർക്കും ലൈഫിൽ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതിന്റെ മെയിൻ റീസൺ കമ്പാരിസണാ. അതിനോട് നിങ്ങൾ അഗ്രി ചെയ്യുന്നില്ലേ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ നമുക്ക് എല്ലാവർക്കും എല്ലാതും ഉണ്ട്. അതില് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, എനിക്കൊരു നല്ലൊരു വലിയൊരു ഗോൾ ഉണ്ട് വിചാരിക്കുക. എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ ചിലപ്പോ എന്തായിക്കാരം, ചില ഡിലേയില് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കും പറയും ലൈഫിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങള്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മുകളിലുള്ള ആൾക്കാരെ ചിന്തിക്കും. ഓർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അതൊന്നുമില്ല. പക്ഷെ അത് ഓർക്ക് അത് ഉണ്ടായിരിച്ചിട്ട് നമ്മളുള്ളത് പോകുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ നമ്മുടെ താഴെയുള്ളവരെ ചിന്തിച്ച് ഗ്രേറ്റ്ഫുൾ ആവാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ലൈഫ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആ. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഡിവൈൻ പവറിന് നമ്മുടെ ഡെസ്റ്റിനേഷൻ കാണാൻ കഴിയും. നമ്മൾ പോകുന്ന റൂട്ടുകൾ കാണാൻ പറ്റും, ഗൂഗിൾ മാപ്പിലൊക്കെ ഉള്ള പോലെ. പക്ഷെ നമുക്ക് കാണാൻ പറ്റൂല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ കാണുന്നത് നമ്മുടെ കറന്റ് ഡെസ്റ്റിനേഷനാ, നമ്മളിപ്പൊ നിൽക്കുന്ന സ്പോട്ടാ. പക്ഷെ നമ്മുടെ ഡിവൈൻ പവർ അതൊക്കെ കണ്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയൊരു ചുരുക്ക വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ അതിൽ കാരണം തടസ്സങ്ങളൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ ബ്ലോക്ക് ഇടുന്നത്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓൾവേസ് ബി ബ്ലെസ്ഫുൾ ഫോർ യുവർ ഡിലേസ്. എനിക്ക് അത്രയും പറയാനുള്ളൂ. അപ്പൊ മാമിന്റെ ക്ലാസ് ഇനിയും മുന്നോട്ട് പോട്ടെ. ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ വേണം. പിന്നെ പുതിയ പുതിയ മുഖങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആട്ടോ പൊതുവെ. കാരണം പുതിയ ഫേസസുകളല്ലേ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ഞാനിങ്ങനെ മാമിന്റെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു യുണീക്ക് എക്സിൽ ഇങ്ങനെ മാമിന്റെ പോസ്റ്ററിലൊക്കെ ഫോട്ടോ. അപ്പൊ എനിക്ക് തോന്നി എവിടെ കണ്ടിക്കണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായ ഇതിലുള്ള സ്റ്റുഡന്റ് ആണല്ലോ, എന്തായാലും കയറണം. കാരണം അങ്ങനെ ഇരിക്കായിരുന്നു. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നല്ല എന്താണ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല ഇത് കിട്ടി. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫാത്തിമ മാം എവിടോ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അടിപൊളി എന്ന് കേൾക്കട്ടെ. എന്തായാലും ഫാത്തിമ മാമിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ ആൾ അപ്ഡേറ്റ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഫാത്തിമ ടാഗ് ഓഫ് ഇങ്ങനെ അണ്ടർസ്കോർ കൊടുത്തിട്ടല്ലേ, ഫാത്തിമ അണ്ടർസ്കോർ ഒഫീഷ്യൽ എല്ലാവരും ഫോളോ ചെയ്ത് ആളെ സപ്പോർട്ട് ചെയ്യും. എനിവേ നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് പറയാന്? ഫസൽ സർ വീടെത്തിയോ? സർ ഡ്രൈവിംഗിലായിരുന്നു തോന്നുന്നു സെഷനിൽ. വലൈക്കും അസ്സലാം. വീട്ടിലെത്തി ലാൻഡ് ചെയ്ത്. വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഞാൻ കുടുംബത്തിന്റെ ഭാഗമായി വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അടുത്ത യൂണിറ്റ് അടുത്ത ബാച്ചിലേക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു കൂട്ടത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണല്ലോ. കാരണം നമ്മൾ പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കാറുണ്ട്. അപ്പൊ പങ്കെടുക്കുമ്പോ ഒക്കെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ചവിട്ടുകൂട്ടത്തിലൊക്കെ കേട്ട് അതിലെ വിടുന്നൊരു ഇതാണല്ലോ നമ്മളൊക്കെ ലൈഫില്. ഒരു 1 month ആയിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തുടങ്ങിയ ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം എന്താ പറയാ, നമ്മൾ കുറച്ച് കൂളായി. കാരണം ലൈഫിൽ കുറെ പറഞ്ഞ മാതിരി നമുക്ക് പെട്ടെന്ന് പ്രഷർ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അതൊരു ഈ കൂട്ടത്തിൽ എത്തിപ്പെട്ടപ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡെയിലി നമ്മൾ ആ ഒരു വേർഡും ഡെയിലി നമ്മൾ രാവിലെ എണീറ്റാലും എടുത്തു നോക്കുന്ന ഗ്രൂപ്പ് ഇതാണ് ഇപ്പോ. കാരണം ഇന്നത്തെ എന്താണ് ടാസ്ക്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ എന്തായാലും ഈ ഒരു കൂട്ടത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ വന്നു ചേരട്ടെ. അപ്പൊ ഒരുപാട് ആളുകളെ ജീവിതത്തിൽ നമുക്ക് വെളിച്ചം നൽകാൻ സാധിക്കും. കാരണം നമ്മളൊക്കെ വന്ന് പറഞ്ഞ മാതിരി നമ്മളിവിടെ ജീവിച്ച് മരിച്ചു പോയിട്ട് എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തൽ വേണ്ടേ? കാരണം ഈ ഒരിക്കലും ജീവിതത്തിൽ കാണാത്ത ഫാത്തിമനെ ഇന്ന് കാണാൻ കഴിഞ്ഞു. കാരണം ഫാത്തിമന്റെ കുറെ ടോക്ക് കേൾക്കാൻ കഴിഞ്ഞു. അങ്ങനെ പഠിച്ചവൻ കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ ചില ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് പ്രതികരണത്തിലൊക്കെ നമുക്ക് മാറ്റം വരും. കാരണം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു സ്റ്റാഫ് ഇതേമാതിരി അവള് 2 മാസത്തെ ലീവ് ചോദിച്ചെന്റെ അടുത്ത് വന്നു. സാറിന് അതിൽ പണ്ടത്തെ രീതിയിലാണെങ്കിൽ ഞാൻ പറയും, കാരണം തൽക്കാലം ഒരു ഹാഫ് ഡേ എടുത്തോ, ഹാഫ് ഡേ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പറയാം. പക്ഷെ അവളോട് ഞാൻ കാരണം ചോദിച്ചു അന്നേരം തന്നെ. എന്നോട് പറഞ്ഞ എന്റെ ചേച്ചി പ്രഗ്നന്റ് ആണ്, ബെഡ് റെസ്റ്റ് ആണ്. അപ്പൊ 2 മാസം അവളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ലീവ് എടുക്കണം. ഞാൻ പറഞ്ഞു സ്പോട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ 2 ദിവസം ലീവ് എടുത്തോ, ഒരു പ്രയാസമില്ല. കാരണം അതൊരു വലിയൊരു ഘടകമാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തില് നമ്മുടെ വീട്ടിലൊരാൾക്ക് അസുഖമാകുമ്പോ നമ്മളെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അവരെ നോക്കാൻ നമ്മൾ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. അങ്ങനെ ഒരാള് നമ്മളുടെ അടുത്ത് വന്ന് പറയുമ്പോ അവർക്ക് ലീവ് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും പഠിച്ചവരുടെ അടുത്ത് അതിന്റെ ഒരു വർക്കത്തിട്ടല്ലോ. കാരണം അത് നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ വരുമ്പോ നമ്മളെ ചിന്തകളൊക്കെ വേറെ രീതിയിലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അവരിങ്ങളപ്പോ നല്ല നന്ദിയോട് കൂടിയിട്ടേ നോക്കുള്ളൂ. അല്ലെങ്കിൽ എന്നും എന്താണ് ലീവ് തരാത്ത ആ ഒരു ശാപവാക്യം കേൾക്കണ്ടേ? അപ്പൊ ഇന്ന് അവള്
ഇന്ന് തൊട്ടാണ് ലീവ്. ഇന്നിപ്പോ ഇന്ന് വൈകിട്ട് 6:30 പോകുമ്പോൾ എന്നോട് പറഞ്ഞു, സാർ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ, ഏത് ടൈമിലും എന്ത് ഷോപ്പിൽ പ്രയാസം ഉണ്ടെങ്കിലും വിളിച്ചാൽ ഞാൻ വരും. ഇനി ഓൺലൈനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തോളൂ, അന്ന് വിഷയമല്ല. സാർക്ക് എന്തെങ്കിലും ലീവോ പ്രശ്നങ്ങളോ വരികയാണെങ്കിൽ ആ സ്പോട്ടിൽ ഞാൻ പറഞ്ഞു നിർത്തും, ഒരു പ്രശ്നമല്ല കേട്ടോ. കാരണം അവരെ സ്റ്റാഫിന് ഒരു 4 ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുത്തത് കൊണ്ടാണ്. അതെ അതെ. കാരണം അങ്ങനെ കൊടുക്കാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നത് കൊണ്ട് നമ്മളെ മൈൻഡ് ഓട്ടോമാറ്റിക് എന്തായി വേറെ രീതിയിലേക്ക് ഇങ്ങനെ സെറ്റായി വരികയാണ്. ഇൻഷാല്ലാ അപ്പൊ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ എല്ലാ നേടാനാവട്ടെ. ആളുകളും ആ രീതിയിലേക്ക് നല്ല മനസ്സുള്ള ആളുകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുകയാണ്. താങ്ക് യു. എല്ലാ വർക്കത്തും എല്ലാവർക്കും നൽകട്ടെ, അതിനുള്ള ആയുസ്സും ആരോഗ്യം നൽകട്ടെ. ഫസ്റ്റില് സാർ നമ്മളെ ഫെസ്റ്റ് 5 അറ്റൻഡ് ചെയ്ത ആളാണ്. അപ്പൊ ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയി കഴിഞ്ഞില്ല, റിയാസ് ഹക്കീം സാറെ കണ്ടിട്ടില്ല. പിന്നെ നമ്മളെ യൂണിക് എക്സ് ട്രെയിനേഴ്സ് പ്രോഗ്രാമിലേക്കും ആൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ല അടിപൊളി. ഇതുപോലൊക്കെ ഒരു ക്ലാസ്സിൽ ആളും വരും ഇനി ഇൻഷാല്ല. ആൾ ഒരുപാട് നമ്മളെ എല്ലാ സെഷനിലും ഇപ്പൊ എടുത്ത് നോക്കി, ഫെസ്റ്റിനേഷൻ നടന്ന ഫ്രീ ക്ലാസ് ആകട്ടെ എല്ലാത്തിലും ഒപ്പീനിയനും വന്ന് പറഞ്ഞേ, സമയം ഇൻവെസ്റ്റ് ചെയ്ത് കാണുന്നതാണ്. ഞാൻ പലപ്പോഴും പറയലുണ്ട്, നമ്മളെ ടീംമേറ്റ്സ് ചിലവരൊക്കെ തിരക്കാന്ന് പറയില്ല, എന്നാലും ഫസ്റ്റിൽ സാർ എത്ര തിരക്കുണ്ടാവില്ല കേട്ടോ. അത് ചിലപ്പോൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴാവും ക്ലാസ് കാണുന്നുണ്ടാവാം. നമ്മൾ ലൈവായിട്ട് കാണുന്നുണ്ട്, ഇപ്പൊ ഡ്രൈവിംഗിലായിരുന്നു. പക്ഷെ ഒരു എഫേർട്ടാണ് അത്. എനിക്ക് മാറണം, എന്റെ ലൈഫ് മാറ്റണം, എന്റെ ചുറ്റുപാട് മാറ്റണം എന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് നമ്മളെ ചോയ്സ് ആണ് എപ്പോഴും, എന്ത് ലൈഫ് മാറണം എന്നില്ല. അപ്പൊ അതുവഴി അടിപൊളിയായി നല്ലൊരു ചോയ്സിലൂടെ മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലാക്കാം. താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു? ഷമീല മാം. ഫാത്തിമ മാം അടിപൊളി. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു ഫുൾ ടൈം. ആ എനർജി ഡിപ്പ് ആവാണ്ട് ഫസ്റ്റ് മുതൽ ഫസ്റ്റ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ കേറിയത്, എന്നാലും ഞാൻ കേട്ടാന്ന് ഫുൾ എനർജിയില്. മാഷാഅല്ലാ മാഷാഅല്ലാ, അടിപൊളിയായിരുന്നു. ഇത്ര ചെറിയ നോട്ടീസ് ടൈമില് എന്താ പറയാ, ഇത്രയും പ്രിപ്പയർ ചെയ്താൽ പോലും നമ്മളെല്ലാരും ഇറക്കുന്നതാണ്. അടിപൊളി, മാഷാഅല്ലാ. താങ്ക് യു ഷമീല മാം. ഇത് ഇന്ന് നമ്മളെ സ്റ്റുഡൻസിനെ പരിചയപ്പെടുന്ന ഒരു സെഷനായി മാറുന്നുണ്ട്. ഷമീല മാം നമ്മളൊരു സ്റ്റുഡന്റ് ആണ് കേട്ടോ. അത് നമ്മളെ യൂണിക്നെസ് കോഡ് ട്രെയിനറുമാണ്, ഒഫീഷ്യലി ഷാർജയിലെ ടീച്ചറാണ്. അതുപോലെ വേറൊരു അടിപൊളി സെഷൻ ടി ഷമീല മാം ഒക്കെ വരും ഇൻഷാല്ലാ. നെക്സ്റ്റ് ആരായിരുന്നു? ആരാണ് ഫീഡ്ബാക്ക് പറയാനുള്ളത്? എല്ലാവരും ഫാത്തിമ മാമിന്റെ സെഷൻ കേട്ട് ഇങ്ങനെ വണ്ടറടിച്ചിരിക്കാവും അല്ലേ? ആരായിരുന്നു? എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളോ എന്തെങ്കിലും? ഇർഫാന മാം, ഹസീന മാം, ഉമ്മുഹാനിയ മാം, ഫലൂല ഐഫോൺ, ജിസ്ന മാം, റിൻഷ മാം, ജസീല മാം, ജുഹറ മാം, ഷുഹൈബ് സർ, സാലിഹ് സർ, ഹസീന മാം. ഞാൻ എന്നും ഇവിടെ പറയലുണ്ട് അറ്റൻഡൻസ് വിളിക്കുന്ന പോലെയാണ് എന്നല്ലേ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മതാക്കാം. എന്തെങ്കിലും ചാറ്റ് ബോക്സിൽ അറിയിക്കാനുള്ളവർ കുറച്ച് പേരൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞ അടിപൊളിയായിട്ടെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം. ഫാത്തിമ മാമിന് എന്തായാലും സന്തോഷമായിട്ടുണ്ടാവും. സന്തോഷത്തിനൊക്കെ സത്യം, ഞാന് വൈകുന്നേരം വരെ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സെഷനെ പറ്റിയിട്ട്. വൈകുന്നേരമാണ് സാറിന്റെ മെസ്സേജ് കാണുന്നത്, ഞാൻ എടുക്കാന്ന് പറയുന്നതും. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു വലിയൊരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പോലെ എനിക്കറിയില്ല. എന്റെ ഇത്രയും ആളുകൾ എന്നെ കുറിച്ചിട്ട് ഇത്രയും രീതിയിൽ പറയുന്ന മാഷാഅല്ലാ, അൽഹംദുലില്ലാ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. മാഷാഅല്ലാ, ഇനിയും മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വസിക്കുന്നു. കാണാം. ഓക്കെ, പറ്റുവാണോ അല്ലേ ഫാത്തിമ മാം? സന്തോഷം കൊണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതെ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ലിവിങ് എക്സാമ്പിൾ ആണ്. ആള് പറഞ്ഞ എനർജി ഇല്ല, ആരും പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും മറക്കണ്ട. നമ്മളെ ചുറ്റുമുള്ള ബന്ധങ്ങളിലാവട്ടെ, അപ്പൊ ആള് വന്നൊരു അടിപൊളി സ്റ്റേ സംസാരിച്ചില്ലേ, അതിനൊക്കെ ഒരു ബാക്കിലെ റീസൺ ഗ്രാറ്റിറ്റ്യൂഡാ. ഞാനും പറയാറുണ്ട്, ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ കുറെ ടൂൾസും ടാസ്ക് ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോയിൻസിഡൻസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ നമ്മള് ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ജസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, പുതിയ കുറെ അവസരങ്ങൾ തരുന്നതിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സത്യം ഇന്ന് സാർ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ മൈൻഡിൽ ഫസ്റ്റ് എനിക്ക് ആ ഒരു സാധനമാണ് വന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ വെറുതെ എഴുതി വെച്ചതാണ്, പുതിയ കുറെ അവസരങ്ങൾ എന്റെ അരികിലേക്ക് വരുന്നതിനെന്നുള്ള രീതിക്ക് നമ്മളിങ്ങനെ ജേർണലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പഠിച്ചത് അപ്പൊ തന്നെ എന്റെ കൈകളിലേക്ക് തന്നു, നിങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് പറ്റി. അതുകൊണ്ട് അതും കൂടെ എനിക്ക് കണക്ട് ചെയ്ത് നിൽക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറയില്ല ആ ഒരു സ്റ്റേറ്റിൽ. വലൈക്കും അസ്സലാം. ആരായിരുന്നു? ഹസീന, തിരുവനന്തപുരം. ഹസീന മാം പറഞ്ഞോളേ, നമ്മൾ അടുത്ത സ്റ്റുഡന്റ് ആണ്. അടുത്ത
അല്ല ഞാന് എപ്പോഴും ഞാനും ഈ റൂമിൽ പോയിരുന്നിട്ടാണ് കേൾക്കാറ് ക്ലാസ്. എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത ഒരാളാണ് ഞങ്ങളും. ആ ആ ആ ആ മാഷാഅല്ലാ. അപ്പൊ ഇന്നിപ്പോ ഞാനിതിങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോ എല്ലാരെയും വിളിച്ചിരുത്തി, മക്കളും മരുമക്കളും ഞങ്ങളും ഒരു 7 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടാ. ഓ മാഷാഅല്ലാ. ആ ആരെയും പോവാൻ സമ്മതിച്ചില്ല. റൂമിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാരും നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞ് എല്ലാരെയും പിടിച്ചിരുത്തി എല്ലാരും കേട്ടിട്ടുണ്ട്. മാഷാഅല്ലാ. ആ താങ്ക് യു മക്കളും മാം. മരുമക്കളും ചെറുമക്കളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല മുത്തുമണികൾ പോലെ പടപടാന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അൽഹംദുലില്ലാ, എന്തായാലും ഞാനും കേറണുണ്ട്. ഇത് പഠിച്ചെടുത്താലേ പറ്റൂ. ഇതുപോലെ എനിക്ക് അറിയാമെങ്കിലും പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അതുപോലെ അങ്ങ് പടപടാ വന്നോണ്ടിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു മാഷാഅല്ലാ. മാം. ഏ അപ്പൊ അതുകൊണ്ട് കൊള്ളാം, നന്നായിരുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇനി 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 ഒരുപാട് എത്തട്ടെ. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഇട്ടിരുന്നത് പ്രായമുള്ളവരെ കാണുക അതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഗ്രൂപ്പില്. ഇന്ന് ഉം ഞങ്ങൾ ഉം. ഒരു വൃദ്ധസദനെ സന്ദർശിക്കാൻ പോയി. 10-40 അച്ഛനമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അവരെ കൂടെ ഓ പോയി കുറെ മാഷാഅല്ലാ. പാട്ടും ഡാൻസും ഇതല്ലേ കേരളപ്പിറവി അവരെ ആ ആ ആഘോഷിക്കാൻ പറ്റ് തനിമ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ കൂടെ ചെന്ന് അവർക്ക് ഒരുപാട് സന്തോഷം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് 2 മണിയായപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത്. ഓ ഇന്നലെ അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ കരമ്മായൊക്കെ കാണാൻ പോയി. അപ്പോഴാണ് ഇന്ന് ഗ്രൂപ്പിൽ നമുക്കതല്ലേ വന്ന ആ മാതാപിതാക്കളെ ടാസ്ക് വയസ്സായവരുടേതൊക്കെ. പാരന്റ്സ്. ആ അതൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ എന്തോ പഠിച്ചതിന് എവിടെന്നൊക്കെയോ കൊണ്ടുതരാണ്. രാവിലെ വിളിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങ് പോയി. അപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് വന്നത് അതായിരുന്നല്ലോ. ഓ അതെ. അസ്- അത് ഇങ്ങനെ അന്നും ഞാൻ പറഞ്ഞു എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. പഠിച്ചവൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഇതാക്കി തന്നത്. വളരെ അനുഗ്രഹമുള്ള ഒരുപാട് ഗ്രൂപ്പുകളെ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും ഇത് ശരിക്കും വ്യത്യസ്തമായ ഒരു കൂട്ടമാണ് കേട്ടാ. താങ്ക് യു. അൽഹംദുലില്ലാ. ഹസീന മാം നമ്മളെ സ്റ്റുഡന്റ് ആണ്. ആള് ഫാമിലി ആയിട്ട് വന്ന് നമ്മളെ ഫെസ്റ്റ് അറ്റൻഡ് ചെയ്ത ആളാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഹസീന മാമും ഹസ്ബൻഡും മക്കളൊക്കെ വന്നിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണ്ടാവാം, വീട്ടിലുള്ള എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ടുള്ളതാണ്. നമുക്ക് എപ്പോഴും ആഗ്രഹമില്ലാണ് നമ്മളെ ചുറ്റിലുള്ളവർ മാറണം എന്നില്ല. അപ്പൊ അതിന് ആളെന്നായിട്ട് എഫേർട്ട് ഇട്ടു, പെട്ടെന്ന് എല്ലാവരും വിളിച്ചിരുത്തി. എന്തായാലും ആ ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിൽ എന്തായാലും കാണാൻ പറ്റും. നമ്മൾ എന്ത് കാര്യം കേൾക്കുമ്പോഴും എല്ലായിടത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒന്നൊക്കെ നമ്മളെ മൈൻഡിൽ എവിടെയെങ്കിലും സ്റ്റെക്ക് ഓൺ ആയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒക്കെ ബെനിഫിറ്റ് നമ്മളെ ഫാത്തിമ മാമിനും കിട്ടും, ചെയ്യുന്ന ഹസീന മാമിനും കിട്ടും. പഠിച്ചുകൊണ്ടിരുന്നാലും ഏറ്റവും അടിപൊളിയായി എല്ലാവരും ഷെയർ ആവട്ടെ. താങ്ക് യു സോ മച്ച് ഹസീന മാം. നെക്സ്റ്റ് അഫ്സൽ ആരെങ്കിലും ഉണ്ടോ? മജീദിനും ഉണ്ട് കേട്ടാ. ആ ഇൻഷാല്ല ഇൻഷാല്ല. നെക്സ്റ്റ് ആരായിരുന്നോ? ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സെഷൻ മൈൻഡ് അപ്പ് ചെയ്താലോ? ജസീല മാം. നിശ്ചയത്ത ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തോ? നമ്മൾ കുറെ സെഷനുകൾ പോകുന്നുണ്ട്. ഇന്നത്തെ ഒരു സെഷന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഫാത്തിമ മാം ആയിക്കോട്ടെ നല്ല ലൈവായിട്ട് ആളുടെ ഒരു ഇതിലാണ് ക്ലാസ് എടുത്തത്. എന്താ പറയാ, ബി യുവർ സെൽഫ് എന്നൊക്കെ പാലിച്ചുകൊണ്ടെടുത്തൊരു ക്ലാസ്സാ. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് പറഞ്ഞവരൊക്കെ അത് റിഫ്ലക്ട് ചെയ്തിട്ടാ തോന്നുന്നത്. എല്ലാവരും ഓരുടേതായ എന്താ പറയാ സ്ലാങ് ആയിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ കുറെ മോഡിഫിക്കേഷൻ ഒന്നും വരുത്താതെ ഓർക്ക് പറയാൻ കിട്ടണ ഒക്കെ പറഞ്ഞ ഒരു സെഷന് അതെ അതെ, ഇതുവരെ ഭയങ്കര ഉണ്ടായിട്ടില്ല. ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡ്. ആ, ഞാൻ ഇതൊരു ഇപ്പൊ ഒരു സാധനം കൂടെ പറയട്ടെ ഫാത്തിമ മാം. നിങ്ങൾ ക്ലാസ് എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞേ യൂണിവേഴ്സിറ്റി എക്സാമിന് അത്യാവശ്യം കവർ ചെയ്യാനുണ്ട്. ഞാൻ കോളേജിൽ എല്ലാത്തിലും ആക്റ്റീവ് ആയതുകൊണ്ട് സിലബസ് ശരിക്കും അതായത് ക്ലാസ്സിൽ കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഉമ്മനോട് പറഞ്ഞിരുന്നു പഠിച്ചാൻ പറ്റിയില്ല, എന്താണ് അവൻ തീരുവോണോ അവ ടെൻഷൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ഉമ്മ എന്നോട് പറയുക ഈ ഇരിക്കേണ്ട ക്ലാസ് ആണ് ഇട്ടോ ഒന്ന്. ഉമ്മ അപ്പുറത്തിരിക്കുന്നുണ്ട്. പോയിട്ടോ. ഓക്കെ, സന്തോഷം. ഗ്രാറ്റിറ്റ്യൂഡിന്റെ റിഫ്ലക്ഷൻ എല്ലാത്തിലേക്കും ഇങ്ങനെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെ വോയിസ് ഒന്ന് ശ്രദ്ധിച്ചു, ഭയങ്കര എനർജിയിലായിരുന്നു എല്ലാവരും. ഭയങ്കര സന്തോഷത്തിൽ ഓ പറയാനുണ്ട് പറയാനുണ്ട് എന്നില്ല. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരെങ്കിലും? കിട്ടുന്നേ ഇല്ല. ഉം. അത്ര എനർജറ്റിക് ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും പറയാനുണ്ട്. കമന്റ് ബോക്സ് ഒക്കെ പറഞ്ഞു കഴിയുമ്പത്തിന് തന്നെ ഫുൾ അടിപൊളിയാണ്, ടൈം പോയത് അറിഞ്ഞില്ല പറഞ്ഞിട്ട് ഒരുപാട് പേര് അങ്ങനെ. ഷംന മാം മാഷാല്ലാ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഷംന മാം. നെക്സ്റ്റ് ആരെങ്കിലും ഇല്ലേ? നമുക്ക് ഇന്ന സെഷൻ മൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, ഏകദേശം ടൈം ആയല്ലോ. ഓക്കെ, ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത് ഇനിയും വരണം കേട്ടോ ജസ്ന മാം ഓ പറയുന്നു. ഇൻഷാല്ലാ. ഇൻഷാല്ലാ ഇൻഷാല്ലാ. താങ്ക് യു ജസ്ന മാം. അപ്പൊ എല്ലാവരും നമ്മളെ സെഷനിലൊക്കെ വന്ന് എല്ലാവർക്കും ഷെയർ ആയി. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആരും ലൈഫിൽ വിടാണ്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും ലാസ്റ്റിലേക്ക് അതാണ് പറയാനുള്ളത്. ചെറിയ കാര്യങ്ങൾ ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാനല്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഉമ്മനെ ആരെയാണോ കാണുന്നത്, അപ്പൊ ആ ഒരു ബന്ധത്തിൽ ഇന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള കാര്യത്തിന് എന്തെങ്കിലും ഒന്ന് ടേക്ക് അവേ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോ അങ്ങനെ സംഭവങ്ങളൊന്നുമല്ല, നമുക്കൊക്കെ ഓരോ ടെൻഷൻസ് ഉണ്ടാവും എടുക്കുന്ന സമയത്ത്. നമ്മൾ പലതും ആലോചിച്ചിട്ടേ എടുക്കാം. പല ബേജാറുകൾ ഉണ്ടാവും. നമ്മൾ ഈ എന്താ പറയാ
നമുക്ക് തവക്കുലും നമ്മളെ ലോജിക്കലും കൂടെ ഒപ്പില്ല എന്ന് പറയും. ലോജിക്കലായിട്ട് നമുക്ക് ചിന്തിച്ച് നമുക്കൊരിക്കലും ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ നമ്മൾ തോട്ട് കംപ്ലീറ്റ് പോവാം. അപ്പൊ അതിന് പകരം നമ്മൾ എല്ലാ സംഭവങ്ങളിലേക്ക് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം. എന്തായാലും ഇത്ര സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഈ കുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇതൊന്ന് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക എന്നുള്ള ഇന്റൻഷനിലെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. തോട്ടിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താൻ വേണ്ടി ശ്രമിക്കുക. അതാണെന്ന് ഫാത്തിമാമൻ പറഞ്ഞത്. കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെ തോട്ടിൽ നമ്മളെ ചുറ്റിലുള്ള മനുഷ്യരെ കാണുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ താങ്ക് യു സോ മച്ച്. കുറെ പേര് ഇവിടെ ലൈവായിട്ടും എല്ലാത്തിനും കമന്റ് ബോക്സ് ഒക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സന്തോഷം. അടുത്ത യൂണിറ്റ് ടോക്ക് ഇതുവരെ സമയത്ത് ഇൻഷാല്ല അടുത്ത ശനിയാഴ്ച ഉണ്ടാവും. പുതിയ ടോപ്പിക് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. ലെഫ്റ്റ് ചെയ്തോളൂ കേട്ടോ.